പരിശുദ്ധമായ ദീൻ എന്നത് മാറ്റിത്തിരുത്തലുകളും മാറ്റിമറിക്കലുകളുമില്ലാതെ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമതത്വങ്ങൾ, അതിന്റെ സംഹിതങ്ങൾ ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. അതിനെ മാറ്റിമറിക്കാനും അതിനെ മാറ്റിത്തിരുത്താനും ഒരാൾക്കും അധികാരമില്ല എന്ന വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതായാലിരിക്കട്ടെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിനും അതിന്റെ പ്രചാരണത്തിനു വേണ്ടിയാണ് ഇവിടെ മഹിതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായത് എന്ന വസ്തുത നമുക്കൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. ഞാൻ അതിന്റെ പഴയകാല ചരിത്രങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ ഇവിടെ പറയാനുണ്ട്. അതിനൊക്കെ ഉപരിയായി മുഖാമുഖം ഇവിടെ വളരെ വിജയകരമായി നടക്കേണ്ടതുണ്ട്. അപ്പൊ ആയതുകൊണ്ട് തന്നെ വളരെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ തൊട്ടുമുമ്പ് പ്രസംഗിക്കാൻ വന്നിരുന്ന നീളുണ്ടാകാനുള്ള വല്ലതും മരുന്നുണ്ടാവില്ല, ബാക്കി വേറെ അപ്പൊ ഏകദേശം ആശ്വാസമായി. ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്നിരുന്ന വഹാബ് സഖാഫി മമ്പാണ്. അദ്ദേഹത്തിന് ആരോ എവിടുന്ന് എഴുതി കൊടുത്ത കുറച്ച് കുറിപ്പാത്ത് സാധു അതുമായി എല്ലാ സ്ഥലങ്ങളിലും ഓടി നടക്കുന്നു. പല സ്ഥലങ്ങളിൽ വെച്ച് ചെർപ്പുളശ്ശേരിക്കടുത്ത മോളൂരിൽ വെച്ച് നമ്മൾ പരിപാടി ആരംഭിച്ചതു മുതൽ നമ്മൾ അന്ന് വെല്ലുവിളിച്ചു. ഈ പറയുന്ന വഹാബ് സഖാഫിയെ കാന്തപുരം കൊണ്ടുവന്ന മുടി സംബന്ധമായി പരസ്യമായ ഒരു സംവാദത്തിന് ഉടലോടുകൂടെ വഹാബ് സഖാഫി വരാൻ തയ്യാറുണ്ടോ എന്ന് മോളൂരിൽ വെച്ചുകൊണ്ട് വെല്ലുവിളിച്ചു. ഇന്ന് വരെ അതിന് മറുപടി കിട്ടിയിട്ടില്ല. അച്ചനമ്പലത്ത് വെച്ചുകൊണ്ട് നമ്മൾ വെല്ലുവിളിച്ചു. ഇന്നുവരെ അതിന് മറുപടി കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഈ സഖാഫി സത്യത്തിൽ ചെയ്യേണ്ടത് തനിക്ക് സത്യം ബോധ്യപ്പെട്ടുവെങ്കിൽ അത് സമുദായത്തോട് തുറന്നു പറയലാണ്. നേരെ മറിച്ച് മഹല്ലുകൾ ഭിന്നിപ്പിക്കുകയും സമുദായത്തിൽ പ്രശ്നമുണ്ടാക്കലാണ് ആവശ്യമെന്നുള്ളത് നിങ്ങളുടെ കൂട്ടത്തിലെ നേതാവായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ വളരെ വ്യക്തമായി സമുദായത്തോട് പറഞ്ഞൊരു സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മൾക്കറിയാലോ, 4.5 മണിക്കൂർ സമയം ജിഷാൻ മാഹിയുമായി കുറ്റ്യാടി സിറാജുൽ ഹുദയിലെ തന്റെ പ്രൈവറ്റ് റൂമിൽ വെച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി രഹസ്യമായൊരു സംഭാഷണം നടത്തിയിരുന്നു. ആ സംഭാഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വിഷയമെന്താ, ഈ പറയപ്പെടുന്ന വഹാബ് സഖാഫി, ഇപ്പൊ ഇവിടെ അടക്കമുള്ള പല സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള വഹാബ് സഖാഫിയും നൗസാദ് ഹസനിയും ക്ലിപ്പിട്ട് പ്രസംഗം നടത്തി നാട് കുട്ടിച്ചോറാക്കുകയാണ് എന്നാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആ രഹസ്യമായ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് വളരെ സത്യമാണ്. ഈ വഹാബ് സഖാഫിയും നൗസാദ് ഹസനി അടക്കമുള്ള ക്ലിപ്പിട്ട് പ്രസംഗിക്കുന്ന ആളുകൾ ഐക്യത്തിൽ നിൽക്കുന്ന മഹല്ലുകളെ ഭിന്നിപ്പിക്കുകയും നാടുകളിൽ പ്രശ്നമുണ്ടാക്കുകയും ഇവിടെ പരസ്പരം ഐക്യത്തിലും ഒത്തൊരുമയിലും നിന്നിട്ട് കഴിഞ്ഞു പോകുന്നവരെ പരസ്പരം ഭിന്നിപ്പിക്കുകയും മഹല്ലുകളിൽ ചിത്രതയുണ്ടാക്കുകയും സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ രണ്ടുപേരും ചെയ്യുന്നതെന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ജിഷാൻ മാഹിയുമായി നടത്തിയ രഹസ്യമായ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അവരുടെ നേതാക്കന്മാരെന്നത് പറഞ്ഞതുകൊണ്ട് പിന്നെ നമുക്ക് വല്ലാതെ പണിയില്ല. പേരോട് പറയുന്ന ഭാഗം ഒന്ന് കേൾക്കിങ്ങളെ. ഇത് രഹസ്യ സംഭാഷണമായതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലാവും. പേരോട് പറയട്ടെ. ചതിക്കാനാണ് വിശ്വാസമായിരിക്കും സംശയം. പുറത്താക്കി ഈ മായയിലുള്ള ജിഷാനെ പുറത്താക്കിയിട്ട് ഒരു എന്ത് നൽകാനുള്ള ജിഷാനെ പുറത്താക്കലല്ല ലക്ഷ്യമോ. പിന്നെ ലക്ഷ്യത്തോടെ അതാ കറക്കുന്നു. ലക്ഷ്യം പുറത്താക്കല നിങ്ങൾക്ക് വിഷയം ചെയ്യാം. അതിനെ ഇതിന്റെ ചർച്ചയ്ക്ക് ഈ സാധനങ്ങളെ മുഴുവൻ സമാഹരിക്കുക. ഇത് നല്ല കൂടി സമാഹരിച്ച് കൊണ്ടുപോയി അതേ അവതരിപ്പിക്കുക. അതിന് പേരോടും ഒരു ക്ലിപ്പിട്ട് ഓരോ ലക്ഷ്യം പേരോട് ക്ലിപ്പ് കിട്ടുക എന്തെങ്കിലും വന്ന് ഉസ്താദിനോട് അല്ലെങ്കിൽ സവത്തിലാണ് ഞാനങ്ങനെ പറയുന്ന ക്ലിപ്പ് പുറത്താണെല്ലാം നിൽക്കാൻ കൂടെ ഞാൻ പറഞ്ഞു. അത് പറയുമ്പോൾ പൊന്നുസ്താദ് നല്ല ആലിമാണ്, വലിയ മഹാനാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ എന്റെ അത്ര ഓർമ്മകളല്ല അതെനിക്കറിയാം. അതുപോലെ ലക്ഷ്യം ഇതൊരു കാര്യം എന്നെയും കൂട്ടത്തിൽ അവർ കൊടുക്കി നിർത്തിയില്ല.
ഉസ്താദ് ഹിന്ദുസ്ഥാനി കുറ്റം പറഞ്ഞെങ്കിൽ പോകില്ല അവരില്ല അത് പറഞ്ഞില്ല. പക്ഷേ അതൊക്കെ ഞാൻ ഇന്ത്യത്തെ ക്ലിപ്പുണ്ടാണ്. ആ ക്ലിപ്പിൽ എന്താ ഉള്ളതെന്നോ എന്നത് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലിപ്പ് കൊടുത്തു ഇന്ത്യക്ക് വേഗത്തോട് കൈമാറുന്നു പറഞ്ഞത് അതിനൊരു ഓരോരുത്തർ വേർതിരിച്ച് ചോദിച്ചിന്. അത് ആരൊക്കെയാണെന്ന് പറയുന്നില്ല. അത് ഞാൻ കൊടുക്കാത്ത ഒരു ആളുകളുണ്ട്. അതെല്ലാവരും ഞാൻ പറയുന്നില്ല. എന്റെ രോഗി ഡോക്ടർ മുന്നിലായിരുന്നു ഇനി എന്തൊക്കെ മറിച്ച് അങ്ങനെ എന്നെ സ്നേഹിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്റെ വെറുത്തിട്ടേയല്ല, ഇന്നെ അകറ്റാനുമല്ല, ഇന്നെ രക്ഷപ്പെടുത്തുന്നത് എന്നെ തന്നെ ഇന്ന ആഹ്റമേ. ഇത് ദുന്യാവല്ല, ദുന്യാവ് കുറച്ചുണ്ടാവുന്നതല്ല. ഞാൻ സത്യം പറയാം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും. ലക്ഷ്യം അടിസ്ഥാനപരമായ ലക്ഷ്യം സമത്വം പഠിക്കണം. അതിന് പൊന്മുടനെ പ്രധാനമായിട്ട് എന്നോട് പൊന്മുടനാണ് ഏറ്റവും വെറുപ്പ്. എന്താ വെറുപ്പിന്റെ അടിസ്ഥാന കാരണം? SVS എന്ന സംഘടനയിൽ ഞങ്ങളിങ്ങോട്ട് സംഘടനയിൽ തുള്ളാൻ പറ്റിയ ആരാ അസമി വഹാബ് തുടങ്ങിയവർക്ക് എല്ലാ ദിവസവും ക്ലിപ്പും വെച്ചിട്ട് ഈ ഒറ്റ വിഷയം പ്രസംഗിച്ചിട്ട് നാട് കൂട്ടിച്ചുടക്കണം. കണ്ടോളെ എന്തേ പറഞ്ഞത്? വഹാബ് സഖാഫി നൗഷാദ് ഹസനി അടക്കമുള്ള ആളുകൾക്ക് എന്നും ക്ലിപ്പിട്ട് പ്രസംഗം നടത്തി നാട് കുട്ടിച്ചോറാക്കണോ? ഓനഭാഗൊന്നും കളിപ്പിക്കും. അസമി വഹാബ് തുടങ്ങിയവർക്ക് എല്ലാ ദിവസവും ക്ലിപ്പും വെച്ചിട്ട് ഈ ഒറ്റ വിഷയം പ്രസംഗിച്ചിട്ട് നാട് കൂട്ടിച്ചുടക്കണം. അങ്ങനെ കൂട്ടിച്ചോറാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അവരുടെ സംസ്ഥാന നേതാക്കന്മാർ പോലും താഴേക്കടയിലുള്ള ഈ രൂപത്തിൽ പ്രസംഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണിത്. അങ്ങനെ ഈ ഫോൺ ക്ലിപ്പ് പുറത്തു വന്നപ്പോ ആകെ മാനം കെട്ടുപോയി. കാന്തപുരം കൊണ്ടുവന്ന മുടിക്കെതിരെ ഈ 4.5 മണിക്കൂർ രഹസ്യ സംഭാഷണത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ജിസാനോട് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലിപ്പ് പുറത്തിറങ്ങി ചർച്ചയായി, അവർക്കിടയിൽ വിവാദങ്ങളായപ്പോ ഈ പറയപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മറ്റൊരു പ്രസംഗത്തിൽ പറയാണ്, ഇനി ഇന്റെ പ്രസംഗം ആരും റെക്കോർഡ് ചെയ്യരുത്, കാരണം റെക്കോർഡ് ചെയ്തിപ്പോ ടൗസറിന്റെ ഉള്ളിൽ വെച്ചിട്ട് പിടിക്കണ കാലാണ് എന്ന മൂപ്പര സങ്കടം. പേരോട് തന്നെ പറയട്ടെ, സീഡി ഇറക്കണ്ട. ഞാൻ ഇതൊക്കെ ഇന്നലെ പ്രസംഗിച്ചിട്ട് ഞാൻ സീഡി ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് സീഡി ഇറക്കണ്ട, നിങ്ങൾ പിടിച്ചോളി, കുഴപ്പമില്ല. പക്ഷെ പിടിക്കുമ്പോ പറഞ്ഞിട്ടേ പിടിക്കാം. ഇത് പരസ്യമായിട്ടുള്ള പിടിക്കില്ല, ഇതിന് കുഴപ്പമില്ല. ഇപ്പൊ പരസ്യമായിട്ടല്ല, ഈ ടൗസർ മുകളിൽ വെച്ച് പിടിക്കുന്ന കാലം. ഇപ്പൊ പരസ്യമായിട്ടല്ല, ഈ ടൗസർ മുകളിൽ വെച്ച് പിടിക്കുന്ന കാലം. എന്തിനാ നിങ്ങൾ പേടിക്കണു? അപ്പൊ ഈ പറയപ്പെട്ട ജിഷാൻ മാഹി 4.5 മണിക്കൂർ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുമായി സംസാരിച്ചപ്പോ അയാൾ ഒരുപാട് രഹസ്യങ്ങൾ തുറന്നു പറയാൻ, ആ പറയുന്ന കാര്യങ്ങളൊക്കെ സാധു ജിഷാൻ മാഹി റെക്കോർഡ് ചെയ്യുകയാണ്. അത് പുറത്തു വിട്ടപ്പോഴാണ് അമ്പട കള്ളി പറ്റിച്ചല്ലോ, പേരോട് ആപ്പിൽ കുടുങ്ങുന്നത്, പേരോട് വലിയ വെട്ടിലാകുന്നത്. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞതിന് മേലാലികന്റെ പ്രസംഗം റെക്കോർഡ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ ടൗസറിന്റെ ഉള്ളിൽ വെച്ച് റെക്കോർഡ് ചെയ്യുന്ന കാലാണ്. ഞങ്ങൾക്ക് വളരെ ധൈര്യമായി പറയാം, രഹസ്യ സംഭാഷണത്തിലും പരസ്യ സംഭാഷണത്തിലും സംവാദങ്ങളിലും മുഖാമുഖങ്ങളിലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. ഇവിടെ സത്യമെന്നത് ശ്രദ്ധിക്കുക, ഇവിടെ സത്യമെന്നത് എന്നും ഉയർന്നുകൊണ്ട് നിന്നുകൊണ്ടിരിക്കും. അസത്യം പരാജയപ്പെടും. അതുകൊണ്ട് രഹസ്യമായിട്ടൊന്ന് പറയാ, പരസ്യമായിട്ടൊന്ന് പറയാ. ഇത് കണ്ടോങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ പറയും. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ, മഅ്ദിനിന്റെ ചെയർമാനായ ഖലീൽ തങ്ങൾ ഈ കഴിഞ്ഞ ഈ ഉംറക്ക് പോയിട്ട് നാട്ടിലെത്തിയിട്ടില്ല. ജിദ്ദയിൽ വെച്ചുകൊണ്ട് കാരന്തൂർ മർക്കസിലെ മുടിയെ സംബന്ധിച്ച് മോശമായ പരാമർശം നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് പത്രകത്തിന് ഞാൻ കാണിച്ചു തരും. ചുരുക്കി പറയാ, കാന്തപുരം മുതൽ താഴെ തട്ടിലുള്ള ഒരാൾക്ക് ആ മുടിയിൽ വിശ്വാസമില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എന്തിനാ ചെയ്യുന്നത് ചോദിച്ചാൽ വാശി തീർക്കാൻ ചെയ്യാം. ഈ പ്രാവശ്യം മുടിവെള്ളം കൊടുത്തുള്ള മർക്കസിൽ ആ മുടിവെള്ളം വാങ്ങാൻ വേണ്ടി പോയിട്ടുള്ള കുട്ടികൾ ഇത്ര വലിപ്പുള്ള ബോട്ടിലാണ്. ആ ബോട്ടിന്റെ വെള്ളം അങ്ങനെ തൊക്കത്തെച്ചിട്ട് ഓരോരുത്തർ നടക്കും. ചാരവ് പറക്കുന്ന വെള്ളം തൊക്കത്തെച്ചിട്ട് മൂത്രയിക്കാൻ പോകുന്ന ആളുകൾ മൂത്രയിക്കടലെടുത്ത് ഈ ബോട്ടിൽ വെക്കുകയാണ്. ഒന്നുകൊടുക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഹൗദക്കാരെ പോകുമ്പോൾ ഹൗദക്കാരെല്ലാം ഈ ബോട്ടിൽ നന്നായിട്ട് കൂട്ടിയിടുക. ഞാൻ നിസ്കാരം കഴിഞ്ഞാൽ ആവശ്യമുള്ളവരെ കൊണ്ടുപോകണം, അല്ലാത്തവരെ കൊണ്ടാതിരിക്കണേ. അപ്പൊ എന്തിനായി പരിപാടി? അവർക്കിതിന് വിശ്വാസമില്ല. പക്ഷെ വാശി തീർക്കാനാ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. ഈ വിഷയം ബഹുമാനപ്പെട്ട സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഈ വിഷയത്തിൽ ഇതൊരു തീരുമാനമാകുന്നത് വരെ ഇതിന്റെ പിന്നാലെ പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരാളൊരു ഓകാലത്തുമേരിക്കുന്നത് മറക്കിരിക്കുന്ന സമയത്ത് ഇയാളെ കൂടെ തിന്നു. അപ്പൊ അതിക്കൂടെ പോണ ഒരാൾ പറഞ്ഞു, മന ഈ രണ്ട് പണി ഒപ്പം ചെയ്യാൻ പാടില്ല. അപ്പൊ ഉമ്മ പോണതും ഇന്റതാണ് തിന്നണോ ഇന്റതാണ്, നിങ്ങൾക്ക് എന്താ ചേർന്ന് എന്നാലും കുറ്റിയാണ് തിന്നാളാ, എന്നാൽ ഞാൻ പുകഴ്ത്തിക്കാളാ. അതിന് മറുപടി ഇല്ല. ഈ പോണതും ഇന്റതാണ് തിന്നണോ ഇന്റതാണ്, നിങ്ങൾക്ക് എന്താ ഈ ചേതം അല്ലേ? അതുകൊണ്ടല്ലേ തോഹിർ സഖാഫി ഇവിടെ തൃപ്പനച്ചിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗമുണ്ട്. ഇൻഷാ അല്ലാഹ് ഭാഗങ്ങളൊക്കെ സൗകര്യം പോലെ നമുക്ക് കേൾപ്പിക്കാം. അപ്പൊ ചുരുക്കത്തിൽ ഈ വിഭാഗത്തിൽ 99% ആളുകൾക്കും ഇത് വ്യാജമാണെന്നറിയാം. പക്ഷേ പറഞ്ഞാൽ പ്രശ്നമാകുമല്ലോ, സംഘടനയുടെ നിലനിൽപ്പാണല്ലോ എന്നതാണ് ഇത് വലിയ വിഷയം. ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ കഴിഞ്ഞ പ്രസംഗത്തിൽ മമ്പാട് സർക്കാർ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന വിഷയം ഭീകരതയായിരുന്നു. നമ്മൾ ഭീകരതയുടെ പഴയകാല ചരിത്രങ്ങളൊക്കെ എടുത്തു മാന്തിയാൽ ഒരുപാട് നാറുന്ന കഥകൾ പറയാനുണ്ടാകും. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ള അവർ പോസ്റ്റർ ഇറക്കിയിരുന്നത് 7 ശുഹദാക്കന്മാരുടെ പേര് പറഞ്ഞിട്ട് ആ ശുഹദാക്കന്മാരുടെ 7 പേരും പോസ്റ്ററിൽ ഇറക്കിയിട്ട് അതിനെ താഴ്ഭാഗത്ത് അവർ എഴുതിയത് ചേളാരി സംഘടന ഭീകര സംഘടനയോ എന്ന് ചോദിച്ചിട്ടാണ് അവർ പോസ്റ്റർ ഇറക്കിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, അതിൽ നിങ്ങൾ ആദ്യം കൊടുത്ത 3 പേരും കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ പ്രസംഗിച്ചത് മുസ്ലിം ലീഗുകാർ അവരെ കൊന്നു എന്നാണ്. ഇൻഷാ അല്ലാഹ് പ്രസംഗം ഞാനിവിടെ കേൾപ്പിക്കും. ഈ 4-5 മാസത്തിന് ശേഷമാണ് അത് ചേളാരി സംഘടനക്കാർ സമസ്തക്കാർ കൊന്നു എന്ന നിലയ്ക്ക് നിങ്ങളുടെ പ്രചരണം നടത്തിയിട്ടുള്ളത്. ഏതായിരിക്കട്ടെ, ഇവിടെ എളങ്കൂറിലെ അബുഹാജുടെ മരണം, അതുപോലെ തന്നെ ഇവിടെ മണ്ണാർക്കാട് നടന്ന 2 പേരുടെ മരണം, അതുപോലെ ഓണപ്പറമ്പിലെ മദ്രസ കത്തിച്ച വിഷയം, അതുപോലെ തന്നെ തളിപ്പറമ്പിലെ ബോംബ് സ്ഫോടനം അടക്കമുള്ള മുഴുവൻ വിഷയത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ചത് മുസ്ലിം ലീഗാണെന്ന് പരസ്യമായി ഒരു പത്രസമ്മേളനം നടത്തിയത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ്. അപ്പൊ കാന്തപുരം പറയുന്നു ഈ വിഷയങ്ങളൊക്കെ ഇവിടെ ചെയ്തത് മുസ്ലിം ലീഗാണ്. SSFകാർ പറഞ്ഞു അതൊക്കെ ചേളാരിക്കാരാണ്. ഏതായാലും ഇങ്ങനൊരു വിഷയം പറയുമ്പോൾ നിങ്ങളൊന്ന് കൂടി ആലോചിച്ചത് വരണമായിരുന്നു എന്ന് മാത്രമേ ഞങ്ങൾ പറയാനുള്ളൂ. കാന്തപുരം പറയട്ടെ. മുസ്ലിം ലീഗിന്റെ പാർട്ടികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മുസ്ലിം ലീഗുകാരോട് മൂപ്പർക്ക് പറയാനുള്ളത് എല്ലാവരും കേട്ടോളൂ, ലീഗുകാർ പ്രത്യേകിച്ച് കേട്ടോളൂ. ഇവിടെ നിങ്ങൾ എന്തും ചെയ്തോ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും, ഞങ്ങൾ മറ്റാരെയും സഹായിക്കുകയില്ല എന്ന കരാറുണ്ടാക്കി എഴുതിക്കൊടുത്തതിന്റെ ഫലമാണോ ഇപ്പോൾ മഞ്ചേരിയിലും അതുപോലെ മണ്ണാർക്കാട്ടും കണ്ണൂരിലുമൊക്കെ നടന്നത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അക്രമസ്ഥലത്ത് പോകാനോ അക്രമങ്ങളെ അപലപിക്കാനോ ലീഗ് നേതാക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല. PK സംസ്ഥ നേതാവ് കൂടിയായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ വിചാരിച്ചാലേ അക്രമം അവസാനിക്കൂ. അതുകൊണ്ട് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പറയണം ഇവിടെ സമാധാനം ഉണ്ടാവണമെന്ന്. അതെന്തുകൊണ്ട് പറയുന്നില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കാൻ. കണ്ടോളെ, എത്ര ഗൗരവമായ വിഷയം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറയണം ഇവിടെ പ്രശ്നം ഉണ്ടാകരുത് എന്ന്. തങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? അവെന്താ മനസ്സിലാകുന്നത്? തങ്ങൾ പറയാത്തത് കൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് RSSും BJPയും VHPയും അതുപോലെ തന്നെ ബജരംഗദളും മറ്റ് ഒരു സംഘടനക്കാരും പറയാത്തൊരു വാദമാണ് ഇവിടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ പറയുന്നെങ്കിൽ ഈ പറയപ്പെട്ട പ്രശ്നങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം SKSSന്റെ മേലിലാണ് ഇവിടെ SSF കെട്ടിവെച്ചിട്ടുള്ളത്. പാണക്കാട് സയ്യിദന്മാർക്കെതിരെ പണ്ടേ ഇവിടെ അസൂയുള്ളതാണ്. നോക്കി നിങ്ങളൊരു ക്രൈം ഒരു സെൻസിംഗ് നോക്കി നിങ്ങൾ ബഹുമാനപ്പെട്ട ഉമറിൽ തങ്ങളെ തല പുലർത്തിക്കൊടുത്തു. അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ വന്നത് പിന്നെ ക്രൈമിൽ കാന്തപുരത്തിന്റെ വോട്ടാ വന്നത്. അത് നോക്കി നിങ്ങൾ ക്രൈം എന്ന് പറഞ്ഞത് തീരുമാനമല്ലേ? ക്രൈം എന്ന് പറഞ്ഞാൽ തട്ടിപ്പുകാരെയും വെട്ടിപ്പുകാരെയും പരിചയപ്പെടുത്തുന്ന മാസികയാണ്. ആ മാസികന്റെ ചിത്രത്തിൽ കാന്തപുരത്തിന്റെ ഫോട്ടോ വന്നത് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതായാലും നമ്മൾ ആ വിഷയത്തിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. നമ്മുടെ അടിസ്ഥാനപരമായ വിഷയം മർക്കസിൽ കൊണ്ടുവന്നിട്ടുള്ള മുടിയാണ്. ആ മുടിയുടെ ആധികാരികത സംബന്ധിച്ചാണ് നമ്മൾക്കിവിടെ മുഖാമുഖങ്ങളും ചർച്ചയും ഇവിടെ നടക്കാനുള്ള കൂടുതൽ ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ മുടിയെ സംബന്ധിച്ച് ഖലീൽ തങ്ങൾ ജിദ്ദയിൽ വെച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നാ ഡേറ്റ്? 18/1/2014. അല്ലാതൊന്നും ആയിട്ടില്ല. കഴിഞ്ഞ 18-ാം തീയതി, ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ. കാരന്തൂർ മർക്കസിലെ കേസം വിവാദ വിഷയം
അഭിപ്രായം പറയാൻ ഞാനില്ലെന്ന് സയ്യിദ് ഖലീലുൽ ബുഖാരി അല്ലേ? ഷാരെ മുബാറക്കാണെന്നല്ല തങ്ങൾ പറഞ്ഞത് അല്ലേ? അത് തിരുകേശമാണെന്നല്ല പറഞ്ഞത്, അത് വിവാദ കേശമാണ്. അതുകൊണ്ട് ഞാൻ അതിൽ അഭിപ്രായം പറയണില്ല. എന്നെ മത്തിലാണ് ഞാൻ ഷറഹ് കേട്ടു. പ്രവാചകന്റേതെന്ന് അവകാശപ്പെട്ട് കാലം തോറും മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള മുടിയെ സംബന്ധിച്ച് വിവാദവും വാദപ്രതിവാദവും നടക്കുന്ന സാഹചര്യത്തിൽ വിവാദ കേശത്തെപ്പറ്റി അഭിപ്രായം പറയാൻ ഞാനില്ലെന്ന് മേൽമുറി മുഅ്ദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം അൽ ഖലീലുൽ ബുഖാരി പറഞ്ഞു. ഉംറ നിർവഹിക്കാനെത്തിയ അദ്ദേഹം ജിദ്ദയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. ഇനി കേട്ടോളി. 28 വർഷത്തെ പ്രവർത്തനത്തിനിടയ്ക്ക് ആരെയും വിമർശിക്കാനോ പരിഹസിക്കാനോ ഞാൻ നിൽക്കാറില്ലെന്നും. ഇനി കേട്ടോളി. സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ ഒരു വിഭാഗത്തോടും ശത്രുതാ മനോഭാവമില്ലെന്നും മനുഷ്യത്വപരമായ ബന്ധം എല്ലാവരോടും കാത്തുസൂക്ഷിക്കുന്നതായും ഖലീലുൽ ബുഖാരി പറഞ്ഞു. ആദ്യം പറഞ്ഞതിനോട് നമുക്ക് യോജിപ്പുണ്ട്, അവസാനം പറഞ്ഞതിനോട് നമുക്ക് യോജിപ്പില്ല. ഇവിടെ മുജാഹിദും ജമാഅത്തും ബിദ്അത്തിന്റെ കക്ഷികളാണ്. അവരോട് കൂട്ടുകൂടാൻ പാടില്ല, സലാം പറയാൻ പാടില്ല. ഈ വിഷയത്തിന്റെ പേരിലാണ് നിങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കെതിരെ കുതിര കയറി നിങ്ങൾ മാറി നിൽക്കാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഖലീൽ തങ്ങൾ പറഞ്ഞത് എന്താണ്? മുജാഹിദുകാരോടും ജമാഅത്തുകാരും സുന്നി അങ്ങനെ പ്രത്യേക വേർതിരിവൊന്നും ഞാൻ കാണിക്കില്ല. കാരണം മലപ്പുറത്ത് സ്വലാത്ത് മാസാമാസം നടന്നു പോരണമല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് സമവായമാണുള്ളത് എന്ന് കഴിഞ്ഞ 18-ാം തീയതി ഖലീൽ തങ്ങൾ ജിദ്ദയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാ ആളുകൾക്കും ഇത് ഒത്തുകൂടാത്ത സംഗതിയാണ്, ഇത് പറയാൻ പറ്റാത്ത സംഗതിയാണ്, ഇത് തിരുകേശമാണെന്ന് അംഗീകരിക്കാൻ പറ്റാതെ എല്ലാവർക്കും അറിയാം. ഞാൻ വെറുതെ പറയല്ല. ഈ മുടിക്ക് വേണ്ടിയിട്ട് പകലില്ലാതെ ഓടി നടന്ന നൗഷാദ് ഹസനിയിലെ ഊണും ഉറക്കവുമില്ലാതെ സാധു ഓടി നടന്നു. ആ മനുഷ്യ ഇപ്പൊ പറയാണ് ഈ മുടിക്ക് ഏറ്റിക്കും വിശ്വാസമില്ല, ഉള്ളാക്കങ്ങൾക്കും വിശ്വാസമില്ല. ആർക്കത് വിശ്വാസമുള്ളത് പിന്നെ എന്ന് പറഞ്ഞു നിങ്ങൾ? ഏറ്റിക്ക് വിശ്വാസമില്ല, ഉള്ളാക്കങ്ങൾക്ക് വിശ്വാസമില്ല, രാമന്തളിക്ക് വിശ്വാസമില്ല, പൊന്മളക്ക് വിശ്വാസമില്ല, ദിശാന് വിശ്വാസമില്ല, രാമന്തളിക്ക് വിശ്വാസമില്ല, അതുപോലെ തന്നെ നൗഷാദ് ഹസനിക്ക് വിശ്വാസമില്ല, പത്തബിഹ സഖാഫിക്ക് തീരല്ല, തല്ലിയിട്ട് സഖാഫിക്ക് അത്രയില്ല. ആർക്കാപതി വിശ്വാസം ആർക്കും വേണ്ടിയിട്ട് പെണ്ണും മക്കളെ കൊണ്ടുനടക്കുന്നു. ഈ പറയപ്പെടുന്ന നൗഷാദ് ഹസനി പറയാണ് കാന്തപുരത്തിന് ഉള്ളാക്കങ്ങൾക്ക് ആ മുടിയിൽ വിശ്വാസമില്ല. നമ്മൾ പറയുമ്പോഴല്ലേ സങ്കടമുള്ളുണ്ട്, കണ്ണുകാര് നോക്കണ്ട. നൗഷാദ് ഹസനി പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് തന്നെ അതിൽ വിശ്വാസമില്ലാത്ത ഒരവസ്ഥയാണ് എന്ന് സമൂഹം മനസ്സിലാക്കുകയും ചെയ്തപ്പോ ഇപ്പോൾ അവർ സമസ്തയുടെ പാതയിലേക്ക് അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഇപ്പോൾ ഞാനിവിടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഇപ്പൊ സംഘടനാ വിരുദ്ധർ എന്നൊരു പേരുണ്ട്. ഞാനായാലും രാമന്തലിയാലും ഞങ്ങൾക്കെല്ലാം. എന്താണ് അതിന്റെ കാരണം നിങ്ങൾക്കറിയോ? ഈ പിന്നെ തിരുകേശത്തിന്റെ വിഷയത്തിൽ അന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ, അതിൽ വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ കേസത്തിന് നമ്മൾ അങ്ങേയറ്റം മഹബത്തോട് സേവനം ചെയ്താൽ അതിന് ഫലമുണ്ടെന്ന ആത്മാർത്ഥതയോട് തന്നെയാണ് അന്നത്തെ പ്രസംഗങ്ങളെല്ലാം നടത്തിയത്. അപ്പൊ അന്ന് റസൂലുള്ളാഹിന്റെ കേസമാണ് ഇതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ പുണ്യം കിട്ടുമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഒരു നടന്നത്. പക്ഷെ ഇപ്പൊ സാധു ബോധ്യപ്പെട്ടില്ലേ? റസൂലുള്ളാഹിനെ ബോധ്യപ്പെട്ടില്ലേ? ആ ബോധ്യപ്പെട്ടാൽ ഉടലിൽ തല തന്നെ പോയാൽ പോലും അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതല്ലേ നിങ്ങള്? അതല്ലേ മാന്യത. ആ പ്രസംഗം നടത്തിയതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ സംഘടന വിരുദ്ധരാക്കിയത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? വേറൊന്നുമല്ല, SKSSFന്റെ പരിപാടികൾ എല്ലാ സ്ഥലത്തും നടക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിൽ മതിൽക്കെട്ടുകളില്ലല്ലോ. ഞങ്ങൾക്ക് ഇവിടെ അള്ളാന്റെ ദീന് പറയാൻ ഇവിടെ മതിൽക്കെട്ടൊന്നുമില്ല. ഞങ്ങൾക്കിവിടെ അള്ളാന്റെ ദീന് തുറന്നു പറയാം. പക്ഷെ പറയുന്നത് ഹക്കായിരിക്കണം ഒരു നിബന്ധന ഉണ്ട്. അതിനപ്പുറത്താണുള്ളത്. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഇത് പറഞ്ഞു നിർത്തിക്കുന്നത് സംഘടന. പിന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഞങ്ങളോട് പ്രസംഗിക്കാൻ വേണ്ടി നേരെ കാന്തപുരം തന്നെ വിളിച്ചു പറയുമ്പോൾ നമ്മളവിടെ പോയി പ്രസംഗിക്കും. പക്ഷെ അവിടെ പോയി പ്രസംഗിച്ചാൽ പിന്നെ അടുത്ത മീറ്റിംഗിൽ നമുക്ക് വരുന്ന പേര് സംഘടനാ വിരുദ്ധൻ എന്നാണ്. അപ്പൊ എന്തിനാണ് അത്രയും നിർത്തിവെച്ചത്? പ്രസിഡന്റിനും അതിൽ വിശ്വാസമില്ല, സെക്രട്ടറിക്കും വിശ്വാസമില്ല. കണ്ണുകള് പ്രസിഡന്റിനും അതിൽ വിശ്വാസമില്ല, സെക്രട്ടറിക്കും വിശ്വാസമില്ല എന്ന് പറയുന്നത് ഈ മുടിക്ക് വേണ്ടിയിട്ട് ഓടി നടന്ന നൗഷാദ് ഹസനിയാണ്. അവ ചുരുക്കത്തിൽ അവർ പോലും തിരുത്തി കാര്യങ്ങൾ പറയാൻ ഇവിടെ സാഹചര്യമുണ്ടായി എന്ന സ്ഥിതിക്ക് പിന്നെ എന്തിൽ നമ്മൾ മടിച്ചു നിൽക്കണം? മാത്രമല്ല, ഇവിടെ ജാലിയാവാലയുടെ പക്കൽ നിന്ന് കൊണ്ടുവന്ന മുടി, ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല എന്ന നൂലാമാല കൊണ്ടുവന്ന മുടിക്കെട്ടുകൊണ്ട് നാടാകെ ഫിത്നയിലായിട്ടുണ്ട്.
എന്തുകൊണ്ടാണ് ഫിത്നയിലായത്? ആ മുടി കൊണ്ടുവന്ന ആള് അതിന്റെ ആധികാരികത തെളിയിച്ച് കേരളീയ മുസ്ലിം സമുദായത്തെ ഈ ഏറ്റവും വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമായിരുന്നു, ഈ സംശയത്തിനെ രക്ഷപ്പെടുത്തണമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കൂനൂർ പ്രസംഗത്തിൽ പേരോട് പറഞ്ഞു കാന്തപുരത്തിന് മുടി കൊടുത്തത് ജാലിയൻവാല അല്ല, മർക്കസിലെ വിദ്യാർത്ഥിയായിരുന്ന ആരിഫ് ബറക്കാത്തിയാണ്. അതേ പ്രസംഗം കോഴിക്കോട് നിന്നും പറഞ്ഞു, 2 പ്രസംഗത്തിൽ പറഞ്ഞു കാന്തപുരത്ത് നേരിട്ട് ജാലിയൻവാല മുടി കൊടുത്തിട്ടില്ല, ഈ മർക്കസിലെ വിദ്യാർത്ഥിയായിരുന്ന ആരിഫ് ബറക്കാത്തി, അയാളിപ്പോ സഖാഫിയ, അയാളാണ് കൊണ്ടുകൊടുത്തിട്ടുള്ളത്. അങ്ങനെ വന്നാൽ പിന്നെ അയാൾ കൊടുത്ത സനദിൽ ഈ ആരിഫ് ബറക്കാത്തിയുടെ പേര് വേണ്ടേ? പേര് വേണം. പക്ഷേ ഈ സനദിൽ ഇവർ കോട്ടക്കല്ലിൽ വെച്ച് കാന്തപുരം വായിച്ചിട്ടുള്ള ഈ സനദിൽ ഖാദിരി എന്ന് പറഞ്ഞ ഒരുപാട് ഖാദിരികളുടെ പേര് വായിച്ച സനദിൽ ഈ ആരിഫ് ബറക്കാത്തിയുടെ പേരില്ല. അയാളുടെ പേര് അതിൽ ഉണ്ടാകണം. കാരണം ജാലിയൻവാല ആരിഫ് ബറക്കാത്തി കൊടുത്തു, അയാളാണ് ഈ പറയപ്പെട്ട കാന്തപുരത്തിന് കൊടുത്തിട്ടുള്ളത്. ജാലിയൻവാല നേരിട്ട് കാന്തപുരത്തിന് കൊടുത്തിട്ടില്ല എന്ന് പേരോട് പറയുന്ന ഭാഗം ഒന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ ആ സനദ് നിങ്ങൾക്ക് കാണിച്ചു. കൊടുത്ത ആൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, വാങ്ങിയ ആളിന്ന് ജീവിച്ചിരിപ്പുണ്ട്. വാങ്ങിയത് ശേഖുനയാണ്, കൊടുത്തത് ആരിഫ് ബറക്കാത്തിയാണ്. ആരിഫ് ബറക്കാത്തി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എന്തേ പറഞ്ഞത്? കൊടുത്തത് ആരിഫ് ബറക്കാത്തി, വാങ്ങിയത് ശൈഖുന. ഓല് രണ്ടാളിന് ഹയാത്തുണ്ടെന്ന പൂനൂരിലെ പ്രസംഗം അതേ വാക്കിനെ കോഴിക്കോട് പറഞ്ഞിട്ടുണ്ട്. പറയട്ടെ, ഇതുപോലെ ജാലിയൻവാല ഞാൻ ശരണം കൊടുത്തിട്ടില്ലാണ് പറഞ്ഞത്. ജാലിയൻവാല പറഞ്ഞത് ഞാൻ ശേഖ് അബൂബക്കറിന് മുടിയും കൊടുത്തിട്ടില്ല, ശനദും കൊടുത്തിട്ടില്ല, ഞാൻ ആരിഫ് ബറക്കാത്തിക്കാണ് കൊടുത്തത്. അദ്ദേഹമാണ് വാസ്തവത്തിൽ ഉസ്താദുകളുടെ കയ്യിലേക്ക് കൊടുത്തത് എന്നാ പറഞ്ഞത്. എന്നിട്ട് അയാൾ ഉറുദൂല് അർത്ഥവും മാറ്റിക്കളഞ്ഞു. വെറും ഷെയർ മുബാറക്ക് മാത്രമാണ് ഞാൻ കൊടുത്തതെന്നാ പറഞ്ഞത്. അങ്ങനെയാണ് ഈ മൗലവി പറഞ്ഞത്, എസ് കെ മൗലവി പറഞ്ഞത്. വാസ്തവത്തിലുള്ളത് അങ്ങനല്ല. ഞാൻ ഷെയർ മുബാറക്ക് തന്നെ ശൈഖ് അബൂബക്കറിന് കൊടുത്തിട്ടില്ല, പിന്നെങ്ങനെ സനദ് കൊടുക്കും? ഞാൻ കൊടുത്തത് ആരിഫ് ബറക്കാത്തിയുടെ കയ്യിലാണ്. ആരിഫ് ബറക്കാത്തിയാണ് ശൈഖ് അബൂബക്കറിന് കൈമാറിയതെന്ന് അദ്ദേഹം പറഞ്ഞത്. അതുപോലും തെറ്റിദ്ധരിപ്പിച്ചു. പച്ചക്കള്ളം പറഞ്ഞ് കുറ്റാരി വന്ന് പ്രസംഗിച്ചില്ലേ ഈ മൗലവിമാര്? അപ്പൊ ആരാ പച്ചക്കള്ളം പറഞ്ഞ് നമ്മൾ തീരുമാനാക്കുക? ജാലിയൻവാല ആരിഫ് ബറക്കാത്തി കൊടുത്തു, ആരിഫ് ബറക്കാത്തി കാന്തപുരത്തിന് കൊടുത്തു അല്ലേ? നിങ്ങൾ 2 പ്രസംഗത്തിന് നിങ്ങൾ പറഞ്ഞു. ഇതടിസ്ഥാനത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയാലും ഉണ്ടായാലും ആണില്ല. നിങ്ങൾ കാണിച്ച സനദിൽ ആരിഫ് ബറക്കാത്തിന്റെ പേര് വേണമല്ലോ. ആദ്യം കാന്തപുരത്തിന്റെ പേര് വരട്ടെ, പിന്നെ ആരിഫ് ബറക്കാത്തിയുടെ പേര് വരട്ടെ, പിന്നെ ഈ പറയപ്പെട്ട ജാലിയൻവാലയുടെ പേര് വരട്ടെ, പിന്നെ മറ്റുള്ളവരുടെ പേരാണല്ലോ വരേണ്ടത്. പക്ഷെ നിങ്ങൾ കാണിച്ച സനദിൽ ആരിഫ് ബറക്കാത്തിയുടെ പേരില്ല. കൈമാറിയ ആളാവുമ്പോ അയാളെ പേരും വേണ്ടേ? ഞാൻ സനദ് നോക്കിക്കോളി, നിങ്ങൾ ആ സനദൊന്ന് കാണി, മനവലുതാക്കി. ഒന്നാമത്തെ അതാ മുത്തസിലായ സനദ് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ പേര് ശൈഖ് അബൂബക്കർ, രണ്ടാമത് മുഹമ്മദ് ഇഖ്ബാൽ ജാലിയൻവാല, മൂന്നാമത്തത് ഗുലാം അബ്ദുൽ ഖാദിർ ജിലാനി, രണ്ടാമത് വരേണ്ടത് ആരിഫ് ബറക്കാത്തിയുടെ പേരായിരുന്നു. അതതിലില്ല. കാരണം തട്ടിയൊപ്പിച്ചുണ്ടാക്കിയല്ലേ. ഇത് എങ്ങനെ തട്ടിയൊപ്പിച്ചത് വരയ്ക്കുമ്പോൾ ഏറ്റുട്ടി മതിയാവുള്ളൂ. മര്യാദ കണ്ടെങ്കിലല്ലേ ഇത് ശരിയായിട്ട് വരുള്ളൂ. മാത്രമല്ല ഇതിൽ മറ്റൊരു വൈരുദ്ധ്യം കൂടെയുണ്ട്. കാന്തപുരം കഴിഞ്ഞാൽ പിന്നെ ജാലിയൻവാലക്കാരാ മുടി കൊടുത്തത് ഗുലാം അബ്ദുൽ ഖാദിർ ജിലാനി. ഗുലാം അബ്ദുൽ ഖാദിർ ജിലാനിക്ക് വയസ്സ് 27. എത്ര കൊല്ലം മുമ്പാ കൊടുത്തത്? 40 കൊല്ലം മുമ്പ്. കിട്ടിയാക്ക് എത്ര വയസ്സ്? 70 വയസ്സ്. അപ്പൊ 27 വയസ്സുള്ള ഗുലാം അബ്ദുൽ ഖാദിർ ജിലാനി 40 കൊല്ലം മുമ്പ് 70 വയസ്സുള്ള ജാലിയൻവാലക്ക് കൊടുത്തു. ഇത് കണക്കൂട്ടി നോക്കുന്നില്ല. നിങ്ങളെ ഒരു വിഷയത്തിന് കണക്കൂട്ടിയാ ഒക്കലില്ല. സൗകര്യം പോലെ പറയാം. മാത്രമല്ല ഇനി ആ സനദ് കാന്തപുരം തന്നെ വായിക്കട്ടെ. ഇപ്പൊ അങ്ങനെ കുറെ എളുപ്പമുണ്ട് നമ്മളൊക്കെ. ആ സനദ് വായിക്കട്ടെ. ആ സനദിന്റെ തഫ്സീൽ വേണമെങ്കിൽ ഇതാ മൗലാന ഇഖ്ബാൽ വലി ജാലിയൻവാല. മൗലാന വലി ജാലിയൻവാല ആ പുല നിസ്കരിച്ചതെന്നാ ഈ പറയപ്പെട്ട ദിശാൻ പറഞ്ഞത്. വലി ജാലിയൻവാല അതൊക്കെ പറയുമ്പോൾ ആലോചിച്ചൂടെ? അപ്പൊ ആദ്യം കാന്തപുരം, പിന്നെ പറഞ്ഞ വലി, മൂന്നാമതാണ് പറയട്ടെ. പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി, പിന്നെ അങ്ങനെ കുറെ ഖാദിരികളുടെ പേര് വായിച്ച അവസാനം വരെ ആരിഫ് ബറക്കാത്തിയുടെ പേരില്ല. ഈ ആരിഫ് ബറക്കാത്തിയാണ് കാന്തപുരന്ന് കൊടുത്തത് എന്ന് പല പ്രസംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഹബീബായ സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാകുമ്പോൾ അതിന് ആധികാരികത കാണും. ഇൻഷാ അല്ലാഹ് പിന്നാളും ചെയ്യുന്ന ചട്ടികൾ പറയാം, സൗകര്യം പോലെ പറയാം. ഇൻഷാ അല്ലാഹ് അതിന് വേഗത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോകാം. നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് ഒന്നും കൂടി വരിക. ഇവിടെ
കഴിഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച വിഷയമുണ്ട്. ഇവിടെ സമസ്തകളുടെ ജമിയത്തുലമായുടെ പ്രവർത്തകന്മാരാണ് ഈ കൊലപാതകം നടത്തിയതെന്ന്. പക്ഷേ മഞ്ചേരിക്കടുത്ത എളങ്കൂരിൽ മരണപ്പെട്ട അബുഹാജിയുടെ നേരെ ജ്യേഷ്ഠനുമായിട്ട് ഞാൻ അഭിമുഖം നടത്തിയിട്ട് ഞാനതിവിടെ കാണിച്ചു. ഇറ്റങ്ങളും നുണ പറയുമ്പോൾ പോയി അന്വേഷിക്കണമെന്ന് തോന്നിയതാ. മഞ്ചേരിയാണ്, ഉഗാണ്ടയിലല്ലോ. എളങ്കൂറിൽ 2 ആഴ്ച മുമ്പ് ഒരു പരിപാടി നടന്നിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടി നടക്കുന്നതിന് മുമ്പ് മരണപ്പെട്ട അബുഹാജിയുടെ സ്വന്തം ചേട്ടൻ, ഒരു ഉമ്മക്കും ഒരു ഉപ്പക്കും പറഞ്ഞ ചേട്ടൻ, അദ്ദേഹവുമായിട്ട് അഭിമുഖം നടത്തി. അബുഹാജി മരിക്കും മുമ്പ് മഗ്‌രിബ് ഒന്നിച്ച് ജമാഅത്തിൽ പങ്കെടുത്ത മദ്രസയുടെ തൊട്ട് പിന്നെ താമസിക്കുന്ന ഒരാള്, പിന്നെ അബുഹാജി ആ മദ്രസയുടെ ട്രഷററാണ്, അതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള മറ്റൊരു ഉസ്താദ്, അവരുമായി അഭിമുഖം നടത്തി. സുബ്ഹാനല്ലാഹ്, അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അത്ഭുതപ്പെട്ടു പോയി. കരണ്ട് കൊണ്ടാണ് അബുഹാജിയുടെ ജ്യേഷ്ഠൻ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? എന്റെ അനുജൻ മരിച്ചതിൽ എനിക്ക് സങ്കടമില്ല, കാരണം മരണം എല്ലാവർക്കുള്ളതാണ്. മരിച്ചതിന് ശേഷമുണ്ടായ വിവാദവും അവനെ പോസ്റ്റ്മോർട്ടം ചെയ്തതും അതെനിക്ക് സഹിക്കുന്നതിലപ്പുറമാണ്. മാത്രമല്ല, എന്റെ അനുജനെ വല്ലവന് തച്ചു കൊന്നിരുന്നെങ്കിൽ ഈ നാട്ടുകാരെ വെറുതെ കൊടുൂല. ഒന്നും കൂടി പറയാ, അബുഹാജി അടിച്ചു കൊന്നു എന്ന വാർത്ത രാത്രി 10 മണിയുടെ ശേഷം പരന്നപ്പോൾ അദ്ദേഹത്തിന് മയ്യത്ത് കാണാൻ ആ നാട്ടിലെ LDF പ്രവർത്തകന്മാർ ചെല്ലുന്നു. ബന്ധപ്പെട്ട അവിടുത്തെ ചില ഉമറാക്കന്മാരും ചെല്ലുന്നു. അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടറുടെ സാന്നിധ്യത്തിൽ അവർ പറഞ്ഞ വാക്കെന്താരങ്ങള്, ഒരു ഉമ്മ ഒരു കുട്ടിയുടെ തലയിൽ പേൻ നോക്കും പോലെ തല മുതൽ കാല് വരെ അവിടുത്തെ LDF പ്രവർത്തകന്മാർ പരിശോധിച്ചിട്ടുണ്ട്. അബുഹാജിയുടെ ശരീരത്തിൽ അങ്ങനെ ഒരു അടയാളം പോലുമില്ല. എന്തിനാണ് മക്കളെ ഇങ്ങനെ നുണയും പറഞ്ഞിടുന്നത്? ഉള്ളത് പറഞ്ഞൂടെ? ഇങ്ങനെ കളവ് പറയാവോ? ഇൻഷാ അല്ലാഹ് അദ്ദേഹമായിട്ട് അഭിമുഖം ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് മുസ്ലിം ലീഗാരാണ് ഈ പറയപ്പെട്ട ആളുകളെ കൊന്നത്. ഈ വഹാബ് സർക്കാർ പ്രസംഗിക്കുന്ന ഭാഗം ഒന്ന് വേഗത്തിലേക്ക് ചോദിക്കട്ടെ ലീഗുകാരാ, ലീഗാരോടാ ചോദിച്ചുകൂടാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നായകൻ മഹാനായ സൂക്ഷിമല്യൻ കുണ്ടൂർ ഉസ്താദിന്റെ പൊന്നോടുടെ കുഞ്ഞുമോൻ, ആ കുഞ്ഞുമോൻ വിശുദ്ധമായ റമദാനിന്റെ പകലുകളിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പിതാവിന് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളുമായി തന്റെ വീട്ടിലേക്ക് വണ്ടി കയറാൻ നിൽക്കുമ്പോ അഭിമന്യരായ ഞങ്ങളുടെ നായകൻ കുണ്ടൂർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോന്, ആ കുഞ്ഞുമോന്റെ ശരീരത്തിലേക്ക് ലജ്ജയില്ലാതെ ഫിറഔനെ പോലും നടിപ്പിക്കുന്ന രൂപത്തിൽ പരിശുദ്ധമായ റമദാനിൽ ആ കുണ്ടൂരിലെ കുഞ്ഞിന്റെ മാനവത്തിലോട്ട് കഥാനുത്തിയിറക്കിയ കഥാധികളെ നിങ്ങളാണോ ഇവിടെ മാർക്കറ്റുകാരെ കുതിര കയറുന്നത്? ഇത് മുമ്പത്തെ പ്രസംഗം മനസ്സുഖമായിട്ടൊന്നുമില്ല. മുസ്ലിം ലീഗാരാണ് കുണ്ടൂര് കുഞ്ഞുവിന്റെ മാനവത്തിലേക്ക് കന്തിക്കുത്തി കയറ്റി കൊന്നതെന്ന് പ്രസംഗിച്ച ഈ സാധു, ഇയാളാണ് ഇവിടെ വന്നിട്ട് ആ കുണ്ടൂര് കുഞ്ഞിനെ കൊന്നത് ചേളാരിക്കാരാണെന്ന് പറഞ്ഞത്. ഒരു മനുഷ്യൻ 2 വട്ടം കൊല്ലാൻ കഴിയും. ആ മരിച്ച മനുഷ്യൻ ഖബറിൽ മര്യാദക്ക് നിന്നോട്ടെ. നിങ്ങളുടെ സംഘടനാ രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ പച്ചക്കള്ളം പറയാവോ? അതുകൊണ്ട് ഈ തോന്നിയാസൊക്കെ നിർത്തിവെക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇത് കാലം വേറെയാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. കളവ് നിങ്ങൾ പറയരുത്. ഇനി അടുത്ത ആളെ കൊണ്ടു ലീഗാരം അയാൾ തന്നെ പറയട്ടെ. ലീഗുകാരൻ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കതുപോലെ ജനാധിപത്യപരമായി മാർക്സിസ്റ്റുകാരെയും കൈകാര്യം ചെയ്യാൻ കഴിയും. ഞങ്ങളെവിടെയും ഒരു ത്വരീക്കത്തിന്റെ ശേഖാക്കി ഒരു രാഷ്ട്രീയക്കാരനെയും ഇവിടെ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അന്തമുള്ള രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയമറിയുന്ന പ്രവർത്തകന്മാർ, രാഷ്ട്രീയ നേതാക്കൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ വിവരത്തോടുകൂടെ കൈകാര്യം ചെയ്യും. അറിയുമോ നിങ്ങൾക്ക്? കുറ്റിമുച്ചിയിലെ അബ്ദു എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ കുറ്റിമുച്ചിയിൽ അബ്ദു, അയാൾ കഴിഞ്ഞൊല്ലം വരെ ലീഗാരാ കൊന്നു. ഈ 2 മാസം മുതൽ പിന്നെ ചേളാരിക്കാർ കൊന്നതാണ്. ഈ വഫലത്തിനോട് പ്രസംഗിച്ചതാണത്. ആദ്യം മുസ്ലിം ലീഗാർ കൊന്നു എന്ന് പറഞ്ഞ ആളുകളെ മുഴുവനും ഈ മുടിയുടെ വിഷയത്തിൽ വെള്ളം താഴെ പിടികിട്ടാത്ത ആടിയില്ലാത്ത വെള്ളത്തിലകപ്പെട്ട് മുങ്ങാൻ പോകുന്ന മനുഷ്യന് എന്തെങ്കിലും പുലിക്കൊടി കിട്ടിയാൽ രക്ഷയാകുമല്ലോ എന്ന് മനസ്സിലാക്കി തോന്നിയാസം പ്രസംഗിച്ച് നടക്കുക. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, 8.5 പതിറ്റാണ്ട് കഴിഞ്ഞ സമസ്തകളുടെ ജമിയത്തുലമ, അതിന്റെ അച്ചടക്കമുള്ള പ്രവർത്തകന്മാർ ഇല്ലാത്ത തോന്നിവാസങ്ങളും കള്ളക്കഥകളും ഈ സംഘടനയ്ക്കെതിരെ നിങ്ങൾ ആരോപിച്ചാൽ നിങ്ങളെ ഇരുത്തേണ്ടിടത്തിരുത്താൻ ഈ സംഘടന പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആണത്വത്തോടെ പറയാണ്. ഹക്ക് മാത്രം പറഞ്ഞു. ഇവിടെ നമുക്ക് മൗലികമായ, ഇവിടെ ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം മുടിയാണ്. മുടി സംബന്ധമായി കാന്തപുരത്തിന് മർക്കസ്
കുറിച്ചുള്ള മുടി സംബന്ധമായി വല്ല സംശയങ്ങളും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന മനസ്സോട് ചോദിക്കാനുള്ള ഏറ്റവും സുവർണ അവസരമാണ് ഇവിടെയുള്ളത്. ആണത്വത്തോടെ, ചങ്കൂറ്റത്തോടെ, ധൈര്യമുള്ള ഈ വേദിയിലേക്ക് കടന്നു വന്നു. നിങ്ങൾക്ക് ഇവിടെ ചെയറുണ്ട്, എല്ലാ സംരക്ഷണവും ഇവിടെ വേദ ഉസ്താദുമാരും ഇവിടുത്തെ SKSSF-ന്റെ പ്രവർത്തകന്മാരും പരിപൂർണമായ എല്ലാവിധത്തിലുള്ള സംരക്ഷണം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾക്ക് ചോദിക്കാനും മാന്യമായി ചോദിക്കാൻ അവസരമുണ്ട്. അതുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞു പോയതിനു ശേഷം മറ്റുള്ള സംസാരങ്ങൾ അരുത് എന്ന് മാത്രം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ ഇവിടെ പ്രസംഗിച്ചല്ലോ. പിന്നെ ഇളങ്കൂർ അബുഹാജിയുടെ മരണം നമ്മൾ കൊന്നു എന്ന് പറഞ്ഞ് ആ അബുഹാജിയുടെ ജ്യേഷ്ഠരുമായി 2 ആഴ്ച മുമ്പ് ഞങ്ങൾ നടത്തിയ അഭിമുഖമാണ്. അത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. അതാരോ നിങ്ങള് ആ മരണപ്പെട്ടു പോയ അബുഹാജിയുടെ നേരെ ജ്യേഷ്ഠനാണ് അദ്ദേഹം പറയുന്നത്. മൂപ്പരോ സാധാരണ സ്വാഭാവിക മരണമാണ്. അല്ലാതെ ഈ കഥ രക്ഷണമെന്നും പറഞ്ഞത് ശരിയല്ല. അങ്ങനെ അത് എല്ലാവർക്കും പ്രചരിപ്പിക്കണത്. നമുക്ക് പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് അസുഖത്തെ ഞാൻ നമസ്കാരം കഴിഞ്ഞാൽ ആരെങ്കിലും വലിയ കൂടി പള്ളിക്കുന്ന നേരെ നമസ്കാരം കഴിഞ്ഞാൽ ഞങ്ങൾ പള്ളിക്ക് നിന്നിട്ട് ഇറങ്ങി ഞാനിങ്ങനെ പുരയ്ക്ക് പോന്നു. ഓനെങ്ങനെ മദ്രസക്ക് പോയി. മക്കൾക്ക് പറഞ്ഞ് പറ്റിയതാണ്. ഓരോ പൊതുവിനൊക്കെ സംഭവം അപ്പോഴത്തെ വിശ്വാസം വന്നില്ല. നമ്മൾ നാടൊക്കെ അതിപ്പോ കേരളം മൊത്തം ഒരു നോട്ടീസൊക്കെ ഏഴ് ആൾക്കാരെ ചായക്കാർ കൊന്നു. അതൊന്നും മുമ്പേ അതിലിപ്പോ പല തരത്തിലും പ്രസംഗിക്കലുണ്ട്. പിന്നെ മരിക്കണവരെ ലക്ഷ്യം വന്നു. അത് ആൾക്കാർ നോക്കി നിന്നു. എത്ര ക്രൂരമായ കേൾക്കുമ്പോൾ നമുക്കത് നഷ്ടമാണ്. പല ചർച്ച ചെല്ലുമ്പോൾ ആളുകൾ ഫസ്റ്റ് പറയുക അതുപോലത്തെ വിഷയം നടന്നിട്ട് ഞങ്ങളൊന്നും വേണ്ട പാടല്ലോ. പിന്നെ അത് കൊടുക്കാനും നോക്കൂല, അനുവദിക്കൂല. അതിന് പതിനങ്ങളെ കൊടുത്തിട്ടാണ് സ്വാഭാവിക മരണം നടന്ന മുപ്പത് കുറച്ചുകൂടി കണ്ടോള് ഓനെ തച്ചൊന്നാലും ഞങ്ങളിങ്ങനെ നിൽക്കുമോ? ഇങ്ങനെ വളരെ വസ്തുനിഷ്ഠമായി കാര്യങ്ങളൊക്കെ സമുദായത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ പറയാനുള്ളത് ഞാൻ വേഗത്തിൽ ചുരുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മയ്യത്തിന്റെ തലയിൽ നിന്ന് പേനിറങ്ങും പോലെ ആളുകൾ ഈ കൂടാരത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹക്കിന്റെ കണിക അവിടെ ഇല്ല എന്ന് അവിടെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോ സഖാഫി സംഗമം ബക്കാപ്പ് കേരളത്തിലെ സ്ഥലജാത്തോടത്തേക്കാണ് കാര്യത്തിന്റെ പോക്കുള്ളത്. ആളുകൾ ഇങ്ങനെ പോരാണ്. മോൻ 62-ലെ കാണിക്ക് അന്ന് പോകുന്ന സഖാഫികളൊക്കെ നോക്കി നിങ്ങള് അതാരങ്ങള് ഓരോരുത്തർ കണ്ടോളി. സിയംകുട്ടി സഖാഫിയാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഒന്നും കൂടെ പോരാണ് വരട്ടെ. ഹസൻ സഖാഫിക്ക് കോട്ടു ബഷീർ ബാക്കവി ആരാ? ബഷീർ ബാക്കവി മോനെ പറ. ബഷീർ ബാക്കവി വരട്ടെ. ബഷീർ ബാക്കവി ജൂനിയർ പേരോടെന്ന് പറഞ്ഞ് നിങ്ങൾ ആവേശമായിരുന്ന ഒരു കാലത്ത് അദ്ദേഹം നടന്നു പോകുന്നു. പാർന്നപ്പോ നമ്മുടെ ഭരണില്ല. തോട്ടുമുഖം സഖാഫി, കബീർ സഖാഫി, ജലി സഖാഫി പുല്ലാര, അബൂബക്കർ സഖാഫി, മലയമ്മ മുഹമ്മദ് സഖാഫി, അതുപോലെ നിങ്ങൾ 26 കൊല്ലം പോറ്റി വളർത്തിയ രാമന്തലി, സുലൈമാൻ സഖാഫി, അയ്യൂബ് സഖാഫി, അബ്ദുൽ അസീസ് സഖാഫി, അബ്ദുൽ നാസിർ സഖാഫി, ഓരോരുത്തരും നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാം. അബ്ദുൽ ഖാദർ സഖാഫി, ഷമീർ സഖാഫി, അക്ബർ സായിദി, ശുക്കൂർ സഖാഫി, മുഹമ്മദ് റംലി സഖാഫി, ഇരുതല മൂർച്ചയുള്ള സഖാഫിയാണ് അയാള്. ഇതൊക്കെ ഇതിങ്ങോട്ട് വരിവരിയായിട്ട് പോന്നോലാണ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, സമസ്തയുടെ പ്രവർത്തകന്മാരിൽ നിന്ന് ഒരു കുട്ടി ഒരു എളിയ പ്രവർത്തകനായ ഒരു കുട്ടി ആ കൂട്ടത്തേക്ക് പോയെങ്കിൽ തെളിയിക്കാൻ കഴിയോ? എന്തുകൊണ്ടാണ്? ഞങ്ങൾ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. ഈ കൊല്ലം മർക്കസിലെ സനത് ഇങ്ങനെ കൊടുക്കുമ്പോ കാന്തപുര സനത് നോക്കും നോക്കും ഉച്ചകളെ മൂത്തുകൊന്ന് നോക്കും. പടച്ചോനെ ഇത് ഞമ്മക്കുള്ളതാണോ ഞമ്മക്ക് പുറത്തുക്കുള്ളതാണോ നോക്കും. ഉറപ്പാണ്. സനത് നോക്കും നോക്കും ഞങ്ങൾ മൂത്തുകൊന്ന് നോക്കും. യാതൊരു സംശയവുമില്ല. കാരണം 50 ഇറങ്ങിയ 45 ഇങ്ങോട്ട് പോരാനുള്ളതാണ്. ആ രൂപത്തിലാണ് കാര്യത്തിന്റെ കിടപ്പുള്ളത്. ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല.
നമ്മൾ ഇപ്പൊ ആളുകൾ ചോദിക്കുക പാത്രം എന്തായി? പാത്രം നമുക്ക് പിന്നെ പറയാം, മുടി തീരുമാനമാക്കണം. മുടിയുടെ തീരുമാനമായിട്ട് പാത്രത്തിന് വിഷയം നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ മുടിയുടെ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു പാത്രം കൂടി കൊണ്ടുവരുമ്പോ അതിന്റെ ആധികാരികത അവിടെ അവർ തെളിയിക്കണമായിരുന്നു. അതിന്റെ എനിക്ക് ഇന്ന കൊല്ലം എനിക്ക് കിട്ടി, ഇത്ര കാലം ഞാനത് സൂക്ഷിച്ചു, അതിന് മുമ്പ് ഇന്നാക്കി കിട്ടി അവർ സൂക്ഷിച്ചു, അതിന് മുമ്പ് ഇന്നാക്കി കിട്ടി അവർ സൂക്ഷിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരെ എത്തുന്നൊരു കൈമാറ്റ പരമ്പര പറഞ്ഞിരുന്നെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. പത്രങ്ങളൊക്കെ വിശദമായ കാര്യങ്ങൾ എഴുതി വാർത്തകളിൽ വന്നു. ആ പാത്രം കൊടുക്കുന്ന രംഗം നിങ്ങളൊരു കാര്യം എനിക്ക് പറയാൻ. പ്രവാചകൻ മുഹമ്മദ് നബിയുടേതെന്ന് അവകാശപ്പെടുന്ന കേസം കാന്തപുരം AP ആ പാത്രത്തിൽ വേറെ പാത്രം കൂടി വരുന്നതിനിടയിൽ. കാരണം നമ്മുടെ ഇടയിൽ പിരിച്ച കായും പൊടി മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് എല്ലാവരും ബിസ്മില്ലാ കൊടുത്തിട്ട് വേണം നമ്മുടെ പരിപാടികൾ ഉഷാറായി നടക്കാൻ. അതുകൊണ്ട് എല്ലാ ആളുകളും സഹകരിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കേസം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് നൽകിയത് UAE-കാരനായ ഹസ്രജിയാണ്. അതേ ഹസ്രജി തന്നെയാണ് പ്രവാചകൻ പാനം ചെയ്യാൻ ഉപയോഗിച്ചതെന്ന് അവകാശപ്പെട്ട് ഒരു പാത്രം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് നൽകുന്നതായി പ്രഖ്യാപിച്ചത്. വലിയ സമ്മാനം കാണാൻ പോകുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണ്ണിൽ കുടിക്കാൻ ഉപയോഗിച്ച പാത്രമാണ് ഞാൻ ഈ ഉയർത്തി കാണിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അതിലേക്ക് നോക്കാൻ ഒരു അവസരം ഞാനിതാ നൽകുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ശേഖറുമായി സംസാരിച്ചുകൊണ്ട് ഇതിൽ ഒഴിച്ച വെള്ളം നിങ്ങൾക്കെങ്ങനെ എത്തിക്കാൻ പറ്റും? പ്രവാചക ശേഷിപ്പുകളെ ചിലർ എതിർക്കുന്നത് വ്യക്തിവിരോധം കൊണ്ടാണെന്ന് ചടങ്ങിൽ സംസാരിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഞമ്മക്ക് അങ്ങനെ ഒരാളും വ്യക്തിവൈരാഗ്യ വിരോധമില്ല. അങ്ങനെ വ്യക്തിവിരോധം ഉണ്ടെങ്കിൽ ഇതിന്റെ മുമ്പ് നിങ്ങൾ പലതും കൊണ്ടുവന്നോലോ. നമ്മൾ അതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടിയിട്ടില്ല. ഈ വിഷയത്തിന്റെ പിന്നിൽ നമ്മൾ കൂടിയത് ഇത് വിശ്വാസപരമായ ഒരു കാര്യമാണ്. ഈമാൻ നഷ്ടപ്പെടുന്ന വിഷയമായതുകൊണ്ട് ഇതിന്റെ പിന്നാലെ കൂടിയത്. നിങ്ങൾ ഇതിന്റെ മുമ്പ് ഇവിടെ അമാനത്ത് ട്രസ്റ്റ് കൊണ്ടുവന്നു. ഇസ്മു മുസ്ലിമായിട്ടൊരു ബന്ധുവില്ലാത്തൊരു അമാനത്ത് ട്രസ്റ്റ് കൊണ്ടുവന്നു. അമാനത്ത് ട്രസ്റ്റിന് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് AK ഇസ്മായിൽ ബാബ ഭ്രാന്തഭിനയിച്ചു. ഭ്രാന്തന്മാരുടെ കണക്കും പൈസയും ചോദിക്കണോന്ന് ഭ്രാന്തെന്നല്ലാതെ മുമ്പില്ലാതായി. നമ്മളതിന്റെ പിന്നാലെ പോയിട്ടില്ല. ഇവിടെ നിങ്ങളെ ക്രസന്റ് സിമെന്റ് ഫാക്ടറി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് അതിന് പിരിച്ചു. അതിന്റെ MD അബ്ദുൽ ഖാദിർ മുസ്ലിയാരായിരുന്നു. ലാ തുമ്പ വലാവാല നമ്മളതിനെ പറ്റി ചോദിച്ചിട്ടില്ല. പിരിച്ച കായ്ക്കൊരു തരുമാരുണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ കേരളത്തിലെ സുന്നികളുടെ പല്ല് നന്നാക്കാൻ ഒരു ഡെന്റൽ ക്ലിനിക്ക് തുടങ്ങുന്നു പറഞ്ഞു. അതിന് നിങ്ങൾ പണം പിരിച്ചു. നമ്മളതിന്റെ പിന്നാലെ പോയിട്ടില്ല. അത് നിങ്ങളും പഠിച്ചോളും പിരിച്ചോലേറ്റോ ആയിക്കോട്ടെ നമ്മളതിന് പിന്നാലെ പോയിട്ടില്ല. അങ്ങനെ എന്തെല്ലാം അവസാനം അബ്ദുന്നൂറുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് തട്ടിപ്പ് നടന്നു. നമ്മളതിന്റെ പിന്നാലെ കൂടിയിട്ടില്ല. പക്ഷേ ഈ കേസത്തിന്റെ വിഷയം അത് ബഹുമാനപ്പെട്ട സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് പറയുമ്പോ സ്വപ്നം കാണുമ്പോൾ നബി നിങ്ങളെ കൂട്ടുണ്ടെങ്കിൽ നമ്മളും കൂടി നബിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആധികാരികത എന്താണെന്ന് ചോദിക്കേണ്ട ബാധ്യത നമ്മൾക്കുണ്ടായത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. ബാക്കി എന്തിനാണ് മക്കളെ നിങ്ങൾ അതിനൊക്കെ നിഷേധിക്കുന്നത്? ഒരു തെളിവില്ലാത്തതുകൊണ്ട് അതിനെ പറ്റി എത്ര ചന്തൊന്നും വേണ്ടല്ലോ. മൂപ്പര് ചോദിക്കാണ് മക്കൾ എന്തിനാ ഞങ്ങളിതൊക്കെ എതിർക്കണം? തെളിവില്ലാത്തതുകൊണ്ടാണ് ഉസ്താദെ എതിർക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ലോകം തിരിയാത്തവരായിട്ടില്ല, ഞങ്ങൾ പഴഞ്ചന്മാരായിട്ടില്ല, ഞങ്ങൾ പഴയവരാണ്. തിരികേശത്തിന് പിറകെ കാന്തപുരത്തിന്റെ കൈകളിലെത്തിയ പാത്രവും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കും എന്നാണ് പത്രക്കാർ പറയുന്നത്. ഈ പാത്രം കാന്തപുരം കയ്യിൽ പിടിച്ചിട്ട് അന്തം വിട്ട് നോക്കണോ? ഇങ്ങനെ ഇടത്തെ കൈ പിടിച്ചാണ്ട് കണ്ടങ്ങള്. ഇനി ഞാൻ വാർത്ത വായിക്കുന്നത് 21/1/2014 മാധ്യമ ദിനപത്രത്തിൽ അവരെഴുതൊരു ന്യൂസ്. കേശവിവാദം കെട്ടടങ്ങും മുമ്പേ പാനപാത്രം. പ്രഭാഷകരായിരുന്ന ഒരു വിഭാഗം പണ്ഡിതർ കാന്തപുരം ഗ്രൂപ്പിൽ നിന്ന് പുറത്തുപോയിരുന്നു. ബാക്കി കേട്ടോളൂ, ഞാൻ വേഗം വായിക്കാം. കേശവിവാദം കെട്ടടങ്ങും മുമ്പേ പ്രവാചകന്റെ പേരിൽ പുതിയ വിവാദവുമായി കാന്തപുരം പ്രവാചകൻ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാത്രമാണെന്ന് അവകാശപ്പെട്ട് മിന്നുന്ന ലോഹപാത്രവുമായാണ് പുതിയ പുറപ്പാട്. വിവാദ കേശം കാന്തപുരത്തിന് സമ്മാനിച്ച UAE-യിലെ
മുഹമ്മദ് ഖസറജി തന്നെയാണ് പാനപാത്രം കൈമാറിയത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് നടന്ന മീലാദ് സമ്മേളനത്തിലാണ് പാനപാത്രം ഖസറജിൽ നിന്ന് കാന്തപുരം ഏറ്റുവാങ്ങിയത്. ഖസറജ് നേരത്തെ സമ്മാനിച്ച കേശത്തെ ചൊല്ലിയും മുടി സൂക്ഷിക്കാൻ കോടികൾ ചെലവിട്ട് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച പള്ളിയെ ചൊല്ലിയും വിവാദം കെട്ടടങ്ങും മുമ്പെയാണ് പുതിയ സംഭവം. മുംബൈയിൽ ഇക്ബാൽ ജാലിയാവാലിൽ നിന്ന് വാങ്ങിയ മുടിയാണ് പ്രവാചകന്റേതെന്ന് പറഞ്ഞ് നേരത്തെ ഖസറജ് കാന്തപുരത്തിന് നൽകിയത്. 4 വർഷം മുമ്പ് കാരന്തൂർ മർക്കസിന്റെ വാർഷിക സനത് സമ്മേളനത്തിലാണ് മുടി കൈമാറിയത് എന്ന് തുടങ്ങി കാര്യങ്ങൾ എങ്ങനെ പറയുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മുടിയുടെ വിവാദം ഇവിടെ സജീവമായി നടന്നുകൊണ്ടിരിക്കുമ്പോ അത് തീരുമാനമാക്കിയിട്ടും മതിയായിരുന്നു മറ്റൊരു കൊണ്ടുവരല്. അല്ലെങ്കിൽ സാധുക്കളായ സമുദായം സപ്പോസ് ഇനി ഉള്ളതാണെങ്കിൽ പോലും വിശ്വാസികളായ ആളുകൾ ഇതൊക്കെ പുച്ഛിച്ചു തള്ളുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞമ്മക്ക് അതിലൊന്നല്ല മക്കളെ സങ്കടം. എന്താ നിങ്ങള് ഈ കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ചു. എന്താ അവര് പറഞ്ഞത്? തിരികെ സൂക്ഷിക്കാനൊരു ഉത്തമ കേന്ദ്രം, പച്ചമനാത്ത് മുടിപാത്തക്കാനൊരു പള്ളി, അത് പറഞ്ഞിട്ട് പിരിവ് നടത്തി, വ്യാപകമായി പിരിവ് നടത്തി. കായൊക്കെ കയ്യിൽ കിട്ടിയപ്പോ ഇവരുടെ പ്രഭാഷകന്മാരിൽപ്പെട്ട ഒരാൾ പറയാണ്, പത്തപിരിയ സഖാഫി പറയാണ്, ഞങ്ങൾ പള്ളി ഉണ്ടാക്കുന്നത് കാന്തപുര ഉസ്താദിനെ സ്മാരകമായിട്ടാണ്. സ്മാരകം നടക്കുന്നത് തിരിയല്ലോ. ഈ സദസ്സിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ആലോചിക്കണോ, പടച്ചവന് സുജൂദ് ചെയ്യുന്ന പള്ളി ഒരു മനുഷ്യന്റെ സ്മാരകമായി നിർമ്മിക്കുന്നു എന്ന് ഒരു പണ്ഡിതൻ പ്രസംഗിച്ചാൽ എത്ര ഗൗരവമുണ്ട് വിഷയം. പടച്ചതമ്പുരാന് സുജൂദ് ചെയ്യുന്ന പള്ളി ഒരു മനുഷ്യന്റെ സ്മാരകമാക്കാൻ പറ്റുമോ? ഇവിടെ രാഷ്ട്രീയക്കാരും മറ്റ് പാർട്ടിക്കാരും തങ്ങളുടെ നേതാക്കന്മാർ മരണപ്പെട്ടുപോയ സ്മാരകങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ പടച്ചവന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി ഒരു മനുഷ്യന്റെ സ്മാരകം. അയാൾ പറയാണ്, കാന്തപുരത്തെ ഹയാത്തുള്ള കാലത്ത് കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവും, മരിച്ചാൽ ഞങ്ങൾക്ക് ഓർമ്മ വേണമല്ലോ, അതിനുള്ള സ്മാരകമാണ്. എന്തായാലും തെളിവ് കാര്യങ്ങള് ഇവിടെ ഷാജഹാൻ ചക്രവർത്തി മുംതാസിന്റെ ഓർമ്മക്ക് താജ്മഹലുണ്ടാക്കിയില്ലേ, കുത്തബ് മിനാർ ഉണ്ടാക്കിയില്ലേ, ചെങ്കോട്ട ഉണ്ടാക്കിയില്ലേ, ഇന്ത്യ ഗേറ്റ് ഉണ്ടാക്കിയില്ലേ? അതൊക്കെ സാമൂഹ്യ പാഠാവലിയിൽ മനുഷ്യന്മാർ പഠിക്കണില്ലേ? അങ്ങനെ കാന്തപുര ഉസ്താദും സാമൂഹ്യ പാഠാവലികൾ പഠിക്കപ്പെടുന്ന ഒരാളായി മാറണം. അതിനാ ഞങ്ങൾ പള്ളി ഉണ്ടാക്കുന്നത്. അയാൾ പറയട്ടെ, അത് എനിക്കൊന്ന് പറയാനുണ്ട്. അങ്ങനെ എതിർക്കാൻ തുടങ്ങി മാത്രമല്ല ആ കുട്ടിനെ ഈ പള്ളി ഉയർന്നു വന്നാലേ എന്താ നിങ്ങള് ഒന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയോ? 4 ലക്ഷം ആൾക്കാരെ പിന്തുണ ചുരുങ്ങിയത് ഏപ്പിസ്ഥാൻ 2 പേരും. 3 ഏപ്പിസ്ഥാൻ വഫാത്തായാലും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, വഫാത്തായാലും ജീവിക്കുന്ന സ്മാരകമായിട്ട് വരും. ജീവിക്കുന്ന സ്മാരകമായിട്ട് ഈ പള്ളി വരുമെന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. എത്ര ഗൗരവമുള്ളൊരു വാദമാണത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കരളിന്റെ കഷ്ണമായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തുള്ള കോടിക്കണക്കായ മുസ്ലിമീങ്ങൾ ഓർക്കുന്നത് സ്മാരകം ഉണ്ടാക്കിയിട്ടാണോ? അല്ല. എന്താ അവരുടെ സ്മാരകം? എന്താ? അവരെ കാണിച്ചു തന്ന സത്യത്തിന്റെ പാതയും പരിശുദ്ധമായി ജീവിച്ചു കാണിച്ചു തന്ന ജീവിതമാർഗവുമാണ്. ഓസലാമിന്റെ സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ മഹാനവറുകളെ ഓർക്കുന്നത് അവർ കാണിച്ചു തന്ന സത്യസരണിയുണ്ട്. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ, ബഹുമാനപ്പെട്ട റയീസുൽ മുഹദ്ദിസീൻ കണ്ണിയത്ത് ഉസ്താദിനെ വറല്ലാഹു മർഹദ, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരെയൊക്കെ നമ്മൾ ഓർക്കുന്നതും സ്മരിക്കുന്നതും അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്നതും ദുആ ചെയ്യുന്നതും അവർ ഓർക്കുന്നതും അവർ കാണിച്ചു തന്ന നല്ലൊരു മാർഗം ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ബിൽഡിംഗ് എടുത്തുകൊണ്ടല്ല. എന്നിട്ട് അങ്ങനെ വരുമ്പോ ഇപ്പൊ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കി, ലാൽക്കിലെ ചെങ്കോട്ട, ദില്ലി ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ പാർലമെന്റ് മന്ദിരം, ബിർള മന്ദിരം, ഇന്ത്യ ഗേറ്റ്, കുത്തുബ് മിനാർ, അങ്ങനെ പലതും ആസ്ഥാനത്തുണ്ട്. അതൊക്കെ നമ്മുടെ സാമൂഹ്യ പാഠാവലി കുട്ടികൾ ഇങ്ങനെ പഠിക്കുക. ഇന്നാ ഉണ്ടാക്കിയത് ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയ, മുഗൾ ചക്രവർത്തിമാർ ഉണ്ടാക്കിയത്. ഇതുപോലെ കുറെ കാലം കഴിയുമ്പോ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി എവിടെ? കേരളത്തിൽ. എന്താണ് പറഞ്ഞത്? അയാൾ പറഞ്ഞത് ഞാനൊന്ന് പറഞ്ഞുതരാം. കുറെ കാലം കഴിഞ്ഞാൽ, 100 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ സാമൂഹ്യ പാഠാവലിയിൽ ഒരു ചോദ്യം വരും. അത്രേ. എന്താ ചോദ്യോ? ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ പള്ളി എവിടെ എടുത്തതാര്? ആ ഉത്തരം കേരളം, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അങ്ങനെ ചോദ്യം വന്നാൽ അങ്ങനെ ചോദ്യം വരികയും അങ്ങനെ ഈ ആൻസർ ഇവിടെയുള്ള SKSSFകാരെ കൊണ്ട് ഞങ്ങൾ എഴുതിക്കും എന്നാണ് അയാൾ പറയുന്നത്. അത് പറയട്ടെ, എനിക്കൊന്ന് പറയാനുള്ളത്. ഏറ്റവും വലിയ പള്ളി എവിടെ? കേരളത്തിൽ. അതുണ്ടാക്കിയതായിരുന്നൊക്കെ ചോദ്യം വരുമ്പോ ഈ ക്രിസ്ത സ്മരിക്കപ്പെട്ടെങ്കിലോ അതെന്ത് ഉഹർവിയ പണ്ഡിതമാർ ലക്ഷണം പറഞ്ഞെടുത്ത് കസ്തലാനി പറഞ്ഞിട്ടുണ്ട്. വൽ ഹയാത്തുൽ അബദിയ്യ, മരിച്ചാലും മരിക്കാത്തവരായിട്ട് മാറും.
അബദിയ എന്ന് പറഞ്ഞ കോൺക്രീറ്റിന്റെ ബിൽഡിംഗാ മുസ്ലിയാരെ. ഇവിടെ മനുഷ്യന്മാർക്ക് എന്ന് ഓർമ്മയുണ്ടാകുന്ന രൂപത്തിൽ മനുഷ്യൻ നല്ല നിലയ്ക്ക് ജീവിച്ചു പോകുമ്പോഴാണ് ആ ഓർമ്മ ഉണ്ടാകുക. മരിക്കാത്തവരായിട്ട് മാറും. അസൂയ മൂത്തു, അതുകൊണ്ട് എതിർക്കണം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ എസ്കക്കാരെ, ഈ പള്ളി എതിർക്കുന്ന സാക്ഷാൽ മുജാഹിദ്, സാക്ഷാൽ ജമാഅത്ത്, സാക്ഷാൽ എസ്കക്കാര്, നിങ്ങളിപ്പോൾ ആ പള്ളി എതിർത്താലും ഇൻഷാ അല്ലാഹ് ആ പള്ളി കയറിയ ശേഷം ഒരു 100 കൊല്ലം കഴിയുമ്പോ നിങ്ങളുടെ പേരക്കുട്ടികളുടെ കൈകളെ കൊണ്ട് പരീക്ഷ പേപ്പറിൽ ചോദ്യം, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കിയ ആരാണ്? ആ ചോദ്യം വരുമ്പോൾ നിങ്ങളെ കൈകളെ കൊണ്ട് അങ്ങനെ ചോദ്യം വന്നാൽ ഞങ്ങൾ എഴുതിക്കോളാം. ഞങ്ങൾക്ക് അതിന് കുഴിന്തൊന്നുമില്ല. അല്ല, അങ്ങനെ ചോദ്യം വന്നാൽ ഞങ്ങൾ എഴുതിക്കോളാം. അങ്ങനെ നമ്മൾ പലതിനും മറുപടി നമ്മൾ എഴുതലുണ്ടല്ലോ അല്ലേ? ഇവിടെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പഠിച്ചോലും പഠിപ്പിക്കണോരാണ് ഇവിടുത്തെ ശാസ്ത്രം. എന്താ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം? മാഷ് ക്ലാസ് നിന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്. മക്കളെ, നമ്മൾ അച്ഛന്റെ അച്ഛൻ അതിന്റെ അച്ഛൻ കുരങ്ങനായിരുന്നു. അതിങ്ങനെ പാല് കുറേശ്ശെ മുറിഞ്ഞ് രോമത്തിന് നീളം കുറഞ്ഞ് മണ്ടക്ക് വലുപ്പം കൂടി തലച്ചോറ് കൂടി ബുദ്ധി ഉണ്ടായിട്ടും അങ്ങനെ മനുഷ്യരുണ്ടായതാണ്. അപ്പൊ കുട്ടികൾ ചോദിക്കണം, സാറേ നിങ്ങൾ അച്ഛൻ കുരങ്ങനായിരുന്നു? മൂന്നക്കാണ് കിട്ടും. കാരണം പഠിപ്പിക്കണം മാഷിക്കാര് വിശ്വാസമില്ല, പഠിക്കുന്ന കുട്ടികൾക്ക് അത്രയില്ല. അപ്പൊ പിന്നെ ആർക്കും വേണ്ടിയിട്ട് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കണത്? അത് ഗവൺമെന്റിനും വേണ്ടി പഠിപ്പിക്കുന്നേ. ആദ്യം പിന്നെ കുട്ടികളാണ് ഉത്തര പേപ്പറിൽ എഴുതിയ മാർക്ക് കിട്ടൂല. അപ്പൊ പിന്നെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം അനുസരിച്ചുള്ള സിദ്ധാന്തം എഴുതുതന്നെ. എന്നതുപോലെ കട്ടക്കാലത്തിന് ഇങ്ങനെ ചോദ്യം വന്ന് എഴുതുതന്നെ. അതിൽ നിർവാഹമൊന്നുമില്ല. പക്ഷേ നേരെ തിരിച്ച് ഞങ്ങൾക്കൊന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞോളൂ, അല്ലെങ്കിൽ നമ്മൾക്ക് ചോദിക്കൂല. എന്താ ചോദിക്കാനുള്ളത്? ഇങ്ങനെ കോടിക്കണക്കിന് ഉറുപ്പിക പള്ളിയുടെ പേരിൽ പിരിക്കുകയും അങ്ങനെ പള്ളി ഉണ്ടാക്കാതെ കാന്തപുരം മരണപ്പെട്ടു പോവുകയും ചെയ്താൽ ഇവിടെ സാമൂഹ്യ പാടാവലിൽ മറ്റൊരു ചോദ്യം വന്നേക്കാം. പള്ളിക്ക് വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ച് ആ പിരിച്ച പണം കൊണ്ട് പള്ളി ഉണ്ടാക്കാതെ മരണപ്പെട്ടു പോയ തട്ടിപ്പുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ SSFകാരെ കൊണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് ഞങ്ങൾ എഴുതിക്കും. മാന്തണ്ടായി ഒരു ഭാഗത്താ കണ്ണില്ലേ? അല്ല ഇങ്ങനെയും വരാറോ? തോന്നിയാസം വരെ പടച്ചോന് സുജൂദ് ചെയ്യുന്ന പള്ളി ഒരു പടപ്പിന്റെ സ്മാരകമാക്കി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള വിഷയമാണത്. നമ്മളിത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, പള്ളിയും വരൂല, അത് തട്ടിപ്പ് ചൂഷണമാണ്. അങ്ങനെ ഔഷാദാഹിച്ചനെ പറഞ്ഞു, അല്ല അത് വരും. ഈ നേരെ തിരിച്ച് അയാളെ കൊണ്ട് പടച്ചോൻ തന്നെ പറയിപ്പിച്ചു, ഇത് ചൂഷണമാണ്, ആ പള്ളി വരൂല. ഔഷാദാഹിച്ചനെ പറയട്ടെ വെച്ച് ഈ സാമ്പത്തിക ചൂഷണം നടത്തിയപ്പോ അതിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കൃത്യമായി ഇപ്പോൾ അത് അനുഭവിച്ചു പഠിച്ചത്. അനുഭവിച്ചു പഠിച്ചപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഇത് ചൂഷണമാണ്, ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. അങ്ങനെ മനസ്സിലായാൽ മതി. ഓരോരുത്തർക്കും മനസ്സിലായാൽ നമുക്ക് എളുപ്പമായി സംഗതി എളുപ്പമാകുമല്ലോ. അനുഭവിച്ചു പഠിച്ചത് അത് തന്നെയാണ്, അതിനാർക്കും തർക്കമൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പള്ളി വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മൂപ്പർക്കും വലിയ പോറായി നമ്മോട് ചോദിച്ചാൽ പള്ളിക്കാരൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാധു ഞങ്ങൾക്ക് പണ്ടേ തോന്നിയിക്കണേ വരൂല, നിങ്ങൾ തന്നെയല്ലേ പള്ളി വരുന്നാണ് പ്രസംഗിച്ചേ. ഇപ്പൊ മൂപ്പര് അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചാൽ പള്ളി വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ട് പള്ളി വന്നേക്കാം. അത് മാത്രമല്ല, എത്ര പിരിവുകൾ, അതിൻഷാല്ലാ പിന്നെ ഓരോ പിരിവുകളെ കുറിച്ച് ഞാൻ പറയാം. പിരിവിനെ പറ്റി നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. കാരണം നിങ്ങളിപ്പോ യുദ്ധരിക്കലൊക്കെ കഴിഞ്ഞിട്ട് വരും. നിങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരും. ഇപ്പൊ മൈക്കന്റെ മുമ്പിൽ എളുപ്പം പറയുന്നത് ഞാൻ പറഞ്ഞോളാം. മൂപ്പര് പറയാം, പിരിവിനെ പറ്റി ഞാൻ പറയാം. അത് നിങ്ങളെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പേര്. ഇവിടെ 2 ഇദ്ദയുള്ളൂ, ഒന്ന് തൊലാത്തിന്റെ ഇദ്ദി, വഫാത്തിന്റെ ഇദ്ദി. 2നും ഹദ്ദുണ്ട്. ഇറ്റങ്ങളെ ഇദ്ദന്റെ ഹദ്ദ് തീരുന്നില്ല. നിങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് വരെ നിങ്ങളുടെ മുഖാമുഖത്തിനും അതുപോലെ തന്നെ ഖണ്ഡനങ്ങൾക്കും മറുപടിക്കും സംവാദത്തിനു വേണ്ടി നാടൊട്ടാകെ ഓടി നടന്നിരുന്നത്. എവിടെ പോയി നിങ്ങൾ മുഖാമുഖങ്ങളും ഖണ്ഡനങ്ങളും? കയ്യിലുള്ളത് സത്യമല്ലെന്നും 100% നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സൗകര്യം പോലെ പറയാം. മാത്രമല്ല ഇവരെ കൂട്ടത്തിൽ വേറെ സഖാഫിന്റെ കൗസർ സഖാഫി മൂപ്പര് പറയാണ് സംഗതിയൊക്കെ ഇപ്പൊ തീരുമാനിച്ച് ചെറിയൊരു സംശയം കൂടി ബാക്കിയുള്ളൂ. ചെറിയൊരു സംശയം. ആ സംശയം എന്താ മൂപ്പരെന്നെ പറയട്ടെ. എങ്ങനെയായാലും ഓല് പറഞ്ഞ മാതിരി നമ്മൾ പറഞ്ഞാലാവൂല, ഓലെന്നെ പറഞ്ഞാൽ. കാന്തപുരം ഉസ്താദ് ഒരു മഹാസേവനം കൂടി ചെയ്തിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തേതാണെങ്കിൽ ബറക്കത്തുണ്ട്. ഒരു സംശയവുമില്ല. അങ്ങനെ നമ്മളും പറയണേ. അവിടുത്തേതാണെങ്കിൽ എന്നൊരു കൈതുണ്ട്, എന്നൊരു നിബന്ധനയുണ്ട്. അവിടുത്തേതാണെങ്കിൽ അത് ആദരിക്കണം, ബഹുമാനിക്കണം, മുഖ്യ വെള്ളം കുടിക്കണം, അതിന് ശറഫുണ്ട്. ആ ശറഫ് അനുസരിച്ച് അത് കൊണ്ടുനടക്കണം. അതിന്
ഇവിടെ സംശയമില്ല. ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരി ആണെങ്കിൽ എന്നൊരു നിബന്ധന ഉണ്ട്. മോനെ കുറച്ച് പുറത്തു വരട്ടെ. ഒരു മഹാസേവനം കൂടി ചെയ്തിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തേതാണെങ്കിൽ ബറക്കത്തുണ്ട്. അത് സൂക്ഷിക്കണം, സ്നേഹിക്കണം, സേവിക്കണം, കൊണ്ടു നടക്കണം. വെള്ളത്തിലിട്ടാൽ ആ വെള്ളത്തിന് ബറക്കത്തുണ്ട് എന്ന് കേരളത്തിലെ മുസ്ലിംകളിലെ എല്ലാ വിഭാഗവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ചെറിയ ഒരു സംശയമേ ബാക്കിയുള്ളൂ. ആണോ അല്ലേ? അത്രമാത്രം. മൂപ്പർക്ക് പിന്നെ ഒരു സംശയം മാത്രമേ ബാക്കിയുള്ളൂ. എന്താ ഇത് റസൂലുള്ളാഹിന്റെ ആണോ അല്ലേ? സാധു ഞങ്ങൾക്കും എന്നോട് അങ്ങനെ തീർത്തെന്നാണ് മൂപ്പരൊക്കെ വലിയൊരു ആനത്താരായിട്ട് വിഷയം പറഞ്ഞാൽ ഇവിടെ എല്ലാ വിഷയങ്ങളും തീർന്ന് ഈ ചെറിയൊരു സംശയമുണ്ട്, ആണോ അല്ലേ? അതോട് തീർത്തുന്നാണ് അതിനെ കൂടെയുള്ള വിഷയം. അത് തീർത്ത അവിടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അതുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം വൈരുദ്ധ്യങ്ങൾ പറയുകയും എഴുതുകയും ചെയ്യേണ്ടി വന്ന് കൂടുതൽ ഞാൻ എല്ലാ വേദിയിലും പറഞ്ഞതാ. ഒറ്റ വാക്കിൽ പറഞ്ഞു പോകാൻ 2013 നവംബർ 24 ഇറങ്ങിയിട്ടുള്ള മാതൃഭൂമി ആഴ്ച പതിപ്പിൽ കാന്തപുരത്തോട് വലിയൊരു അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യവും മറുപടിയൊക്കെ ഞാൻ വായിക്കുന്നതിന് മുമ്പ് ഇതിന് ഈ വാർത്തകൾ വായിക്കും. അതിനകത്ത് നിങ്ങൾക്ക് കാണാപാടായിട്ടുണ്ട്. എന്നാലും സാന്ദർഭികമായിട്ടൊന്ന് പറയാം. എന്താ വിഷയങ്ങള്? കാന്തപുരം ഇങ്ങനെ കുറെ വിഷയങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെയായിരുന്നെങ്കിൽ തിരുകേശ വിവാദത്തിലേക്ക് താങ്കൾ പോകാൻ പാടില്ലായിരുന്നല്ലോ. ചോദ്യം, മറുപടി, ഞങ്ങൾ ഒരു വിവാദത്തിലേക്കും പോയിട്ടില്ലല്ലോ. അത്ര നല്ല മനുഷ്യന്മാർ ആരും തിരിഞ്ഞാവില് വേറെല്ല. ഒരു വിവാദത്തിൽ പോലും പോയിട്ടില്ല. പള്ളി രണ്ടെണ്ണാക്കിയിട്ടില്ല, മദ്രസ രണ്ടെണ്ണാക്കിയിട്ടില്ല, ഒരു മഹല്ലത്തിൽ ഒരു ദിവസം നോമ്പും അതേ മഹല്ലത്തിൽ ആ ദിവസം തന്നെ പെരുന്നാളും അങ്ങനൊന്നും ഒലാക്കിയിട്ടില്ല. ഉസ്താദ്മാരെ കണ്ടാൽ മിണ്ടാത്തോലാക്കിയിട്ടില്ല. ഏട്ടന്മാരും അഞ്ചന്മാരും തമ്മിൽ തെറ്റിച്ചിട്ടില്ല. അയൽവാസികളെ തമ്മിൽ തെറ്റിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഗതി ഒരു നടത്തിയിട്ടില്ല. ആയിക്കോട്ടെ, അവനാന്റെ ആഗ്രഹം അവനാൻ തന്നെ പറഞ്ഞു തീർക്കണമല്ലോ. ഞങ്ങളിവിടെ മർക്കസ് ഉണ്ടാക്കി പ്രവർത്തിക്കുന്നവരാണ്. മർക്കസ് കൊത്തിക്കോരി കളയേണ്ടതാണെന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ ഞങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയുമോ? ഇതൊക്കെ മർക്കസ് ചാണറ്റേത് കൊത്തിക്കോരി കൊണ്ടുപോകാൻ അങ്ങനെ ഞാനും പറഞ്ഞതായിട്ട് നമ്മളിതിൽ കേട്ടിട്ടില്ല. അല്ലാഹുവേ, ഏതായിരിക്കും ഞാനത് കൂടുതലൊന്നും പറയുന്നില്ല. പ്രവാചകന്റെ കേശം എന്നത് വെറും നാടൻ കേശമല്ല, അത് തിരുകേശം തന്നെയാണ്. അതിനൊന്നും സംശയമില്ല. അത് അങ്ങനെയൊക്കെ തന്നെയാണ്. തിരുകേശാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അത് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു എന്നല്ലാതെ ഞങ്ങൾ ആരെയും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. നോട്ടീസ് അടിക്കുകയോ പ്രചാരണം നടത്തുകയോ ചെയ്തിട്ടില്ല. മർക്കസിൽ കൊണ്ടുവന്ന മുടിയുടെ പേരിൽ ഒരു നോട്ടീസ് പോലും ഞങ്ങൾ അടിച്ചിട്ടില്ല. നോണ പറയുമ്പോ കൊക്കണ നോണ പറയണ്ട, ഇച്ചാരി നോണൊന്നും പറയുന്നത്. താങ്കളുടെ ചോദ്യം, താങ്കളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. തിരുകേശം സൂക്ഷിക്കുന്ന ഒരു പള്ളി ഉണ്ടാക്കുക, അതിനെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക എന്നിങ്ങനെ. മറുപടി, അങ്ങനെയൊന്നും ഞങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. തിരുകേശത്തിന്റെ പേരിൽ ഒരു പിരിവും ഞങ്ങൾ നടത്തിയിട്ടില്ല. പച്ച മലയാളത്തിൽ ഇന്ന് തിരുത്തിയിട്ടില്ല. ഈ തിരുകേശത്തിന്റെ പേരിൽ ഒരു പിരിവും ഞങ്ങൾ നടത്തിയിട്ടില്ലെന്ന് പച്ച മലയാളത്തിൽ എഴുതി. ഇങ്ങനൊന്നും നുണ പറയുമ്പോ കൊക്കണ നുണ പറയണം. മുമ്പ് പുഴവക്കത്ത് താമസിച്ച രണ്ട് മനുഷ്യന്മാർ പീടിയൊക്കെ ചായ കുടിക്കാൻ വന്നൊരു കഥയുണ്ട്. രണ്ടാൾ പുഴയൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളാണ്. അവർ ചായ കുടിക്കാൻ വേണ്ടി പീടിയിൽ ഇങ്ങനെ വന്നിരുന്നപ്പോ ഒരുത്തം പറഞ്ഞു, എനിക്ക് കേൾക്കണോ, ഇന്നലെ ഞാൻ വലിയായിട്ട് പോയി. എന്നിട്ടോ ഞാൻ പുഴയിലാണ് വീശിയാണ് പൊന്തിച്ചു നോക്കുമ്പോ ഇത്ര വലുപ്പുള്ള മീൻ കിട്ടിയ പീടിയുടെ മുമ്പിൽ തെങ്ങുണ്ട്. ഇങ്ങനെ ഇത്ര വലുപ്പുള്ള ഒരു മീൻ കിട്ടിയാണ്. അത് മറ്റോനും മുക്കുവനാണ്, മോശമാകാൻ പറ്റില്ലല്ലോ. അതാ 4 ആഴ്ച മുമ്പ് ഞാനും പോയിനി. എന്നിട്ടോ ഞാൻ വരാൻ വീശി പൊന്തിച്ചു നോക്കുമ്പോ കത്തണ പെട്രോമാക്സ് കിട്ടിയാണ് വള്ളത്തിന്റെ അടിയിൽ. അപ്പൊ ഇത് കേട്ടപ്പോഴും മോശമായി. ഇനിയിപ്പോ അതിലും വലിയ പെടൽ പെടണമല്ലോ. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ ഒരാളുണ്ട്. ഓൻ പറഞ്ഞു, എങ്ങനെ കത്തണ പെട്രോമാക്സ് വള്ളത്തിനടിയിൽ നിന്ന് കിട്ടിയ? അവൻ പറഞ്ഞു, ഓന്റെ മീനിന് നിങ്ങളാണ് കുറച്ചെന്നെ പെട്രോമാക്സ് ഞാൻ ഓഫാക്കി തരാറ്. ഓന്റെ മീനിനെ നിങ്ങളാണ് കുറക്കട്ടെ, ഞാൻ പെട്രോമാക്സ് ഓഫാക്കി തരാറ്. അപ്പൊ അവൻ പറഞ്ഞു, അത്ര നീളം ഞാൻ ഇത്ര ഉള്ളു. ആ മറ്റേ മനക്ക് അത്ര പെട്രോമാക്സിനെ മൂടിയാണ്. അപ്പൊ മൂന്നാമത്തെ മനപ്പോ വിടല് റെഡിയായി. അങ്ങനെ ഒക്കുണ വിട്ടോളി. നാടായ നാടുകളിലൊക്കെ ഫ്ലക്സ് വെച്ച് പിരിവ് നടത്തിയിട്ട് ഒരു പൈസയും പിരിച്ചിട്ടില്ല എന്ന് നുണ പറയാവോ? നോക്കി നിങ്ങൾ പിരിക്കുന്ന ഒരു രംഗം കണ്ടോളി. നിങ്ങൾ എന്താ സംഭവം? നിങ്ങൾ ആ വേദിയിൽ സയ്യിദ് അലി ബാഫഖി തങ്ങളുണ്ട്. അദ്ദേഹത്തെ മുൻനിർത്തിയിട്ട് ഒരു പിരിവ് നടത്തുന്നുണ്ട്. പിരിവിന്റെ ഇടയിൽ പറയുന്നുണ്ട്, എല്ലാവരും തങ്ങളെ കൈ പിടിച്ച് കുത്തണം, പക്ഷെ പൈസ ഉള്ളിൽ മാത്രം കുത്തിയാൽ മതിയാണ്. ഷഹർ മുബാറക് എന്ന മഹത്തായ ഈ സമ്മാനം കേരളത്തിലെത്തിച്ചേർന്നതും ബഹുമാന്യരായ കാന്തപുരം ഉസ്താദിന്റെ പുണ്യമുള്ള കരങ്ങളിൽ, മഹാനവർകളുടെ കരങ്ങളിൽ തന്നെ നമ്മുടെ സംഭാവനകൾ ഏൽപ്പിക്കുന്നതിന് സൗകര്യമുണ്ട്. ഇപ്പോൾ വേദിയിൽ നമുക്കൊപ്പം സയ്യിദ് അലി ബാഫഖി തങ്ങൾ, കേരളത്തിൽ അഹ്ലുൽ ബൈത്തിന്റെ ഏറ്റവും കരുത്തനായ സാരഥി, ഈ മഹത്തായ സ്ഥാപനത്തിലേക്കുള്ള സംഭാവനകൾ തങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങളോട് വിനയത്തോടെ അറിയിക്കുകയാണ്.
ബഹുമാനപ്പെട്ട തങ്ങൾക്ക് പ്രായാധിക്യം, ക്ഷീണമുണ്ട്, സംഭാവനകൾ നൽകുന്നവർ മാത്രം കൈപിടിച്ചാൽ മതി. അപ്പൊ തങ്ങൾക്ക് ക്ഷീണവും കുഴപ്പമുണ്ട്, അവിടെ സംഭാവന തരുന്നതിന് മാത്രം പിടിച്ചാൽ മതി. അപ്പൊ ക്ഷീണവും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പൈസ ഉണ്ടല്ലോ. അങ്ങനൊക്കെ പിരിച്ചിട്ട് പറയാണ് ഞങ്ങൾ ഒരു പൈസ പിരിച്ചിട്ടില്ല. ബാക്കി കൂടി സൗകര്യപൂർവ്വം അറിയിക്കും. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, സ്ഥാപനത്തിന്റെ കരുത്തരായ സാരഥി, നിങ്ങളുടെ സംഭാവനകൾ ഏറ്റുവാങ്ങുന്നു. ആ പുണ്യമുള്ള കരങ്ങളിൽ ഈ മഹാസ്ഥാപനത്തിലേക്കുള്ള നിങ്ങളുടെ വിലപ്പെട്ട വിഹിതങ്ങൾ ഇവിടെ ഏൽപ്പിക്കണം എന്ന് അറിയിക്കുകയാണ്. ഷഹർ മുബാറക്ക് മഹത്തായ മസ്ജിദുൽ ആസാറിന്റെ അത് കേട്ടങ്ങള് ഇവര് വർത്താനം മനസ്സിലാക്കാൻ നല്ല തഹക്കീക്കുള്ള ഇൽമന്ന വേണം. ഷഹർ മുബാറക്ക് മഹത്തായ മസ്ജിദുൽ ആസാർ, ഞാൻ എത്ര ആലോചിച്ചു എനിക്കൊരു പുറത്തം കിട്ടാത്തൊരു ലഫ്ലാണ്. ഷഹർ മുബാറക്ക് മഹത്തായ മസ്ജിദുൽ ആസാർ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. മുഹമ്മദ് എന്ന ബാപ്പുട്ടി എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ പണം പിരിച്ചത് ഷഹർ മുബാറക്കിനാണ്, നിങ്ങൾ നോട്ടീസ് അടിച്ചത് ഷഹർ മുബാറക്കിനാണ്, കൂപ്പൺ അടിച്ചത് ഷഹർ മുബാറക്കിനാണ്. മസ്ജിദുൽ ആസാർ എന്നത് നിങ്ങൾ അജണ്ടയിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പൊ സംസാരങ്ങളിലൊക്കെ ഷഹർ മുബാറക്ക് മസ്ജിദുൽ ആസാർ എന്താണ് കള്ളിച്ചാന്ന് ഞാൻ പറയും, അത് പറഞ്ഞു പൂർത്തിയാകട്ടെ. നിർമ്മാണത്തിന് സഹകരിക്കുവാൻ 1000 രൂപയുടെ കൂപ്പൺ നമ്മുടെ സദസ്സിൽ ലഭ്യമാണ്. 1000 രൂപയുടെ കൂപ്പൺ ആ സദസ്സിന് ലഭ്യമാണ്. പക്ഷെ ഒരു പിരിവും പൈസയും ഞങ്ങൾ പിരിച്ചിട്ടില്ല. 25,000 രൂപയുടെ മുസല്ല ഈ സദസ്സിൽ അതിനും ചേരാനുള്ള സൗകര്യമുണ്ട്. 25,000 രൂപയുടെ മുസല്ലക്കും ചേരാൻ സൗകര്യമുണ്ട്. എന്നാലും ഞങ്ങൾ ഒരു പൈസയും പിരിച്ചിട്ടില്ല എന്ന് അറിയിക്കുന്നു. പെട്ടെന്ന് കടന്നു പോകണം. കണ്ടോങ്ങള് ഈ രൂപത്തിൽ പിരിവ് നടത്തിയെന്ന് മാത്രമല്ല, മോനെ ആ സിറാജിന് കാണിച്ചു കൊടുക്കാം. ഒരേ ഡേറ്റിൽ 2 സിറാജാണ്. ഒരേ ഡേറ്റിൽ 2 സിറാജ്. ആദ്യത്തെ സിറാജ് നോക്കി നിങ്ങള് പുതുചരിത്രം എങ്ങനെയാ ലഫു എനിക്കറിയില്ല. പുതുചരിതം കുറിച്ചു, മസ്ജിദുൽ ആസാറിന് ശിരയിട്ടു. അതേ ഡേറ്റിലെ മറ്റൊരു സിറാജ് ഷഹർ മുബാറക്ക് മറ്റൊരു ശിരയിട്ടു. നിങ്ങൾ പേനെ ശിരട്ട് എയിനെപ്പം നിങ്ങൾ ശിരട്ടത് ഒരേ ഡേറ്റിൽ 2 സിറാജാണത്. അപ്പൊ ഇൻഷാല്ല അതിന്റെ കള്ളക്കളിയൊക്കെ ഇൻഷാല്ല പിന്നെ നമ്മൾ പറയും. ഈ രൂപത്തിൽ പിരിവ് നടത്തിയത് മാത്രമല്ല, തൊഴിലുറപ്പ് പോണ പെണ്ണുങ്ങളെയൊന്നും പിരിച്ചു കിട്ടും. ഇറ്റങ്ങളൊക്കെ പേടിക്കണം മക്കളെ. എരന്ന് നടക്കുന്നവനെ കുപ്പത്തിന് ചട്ടിയിൽ കഴിഞ്ഞിട്ട് പിന്നെ നോക്കില്ല. ഞാൻ പറയില്ല, അത് ഷെയ്ഖുൻ എന്നാ പറയുന്നത്. മറ്റാണ് സഹോദരിമാരിതാ സ്വർണത്തിന്റെ ആഭരണം കൊടുത്തയച്ചിരിക്കുന്നു. അവർക്ക് 3 or 4 സ്ത്രീകൾ കൊടുത്തയച്ചത് എന്റെ കയ്യിൽ ഇപ്പോൾ കിട്ടി. അവരെ കയ്യിൽ 1000 രൂപയില്ല. അതേ സമയത്ത് ആഭരണം കൊടുത്തയച്ചു. 1000 ഉറുപ്പില്ല, ആഭരണം കൊടുത്തയച്ചു. സന്തോഷമുണ്ട്. ആഭരണത്തിന് 1000 ഉറുപ്പിക വരില്ലല്ലോ. കൊടുത്തയച്ചു, ഖാദിര കൊടുത്തയച്ചു. അർഹമുറാഹിമായ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ മെനയാന്ന് രാവിലെ ഒരാൾ വന്ന് 5000 ഉറുപ്പിക തന്നു. ഒരു ചെറിയ മുദരിസ. അത് തന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ഉമ്മയും എന്റെ സഹോദരിയുമെല്ലാം തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലിക്ക് പോയിട്ട് കിട്ടിയ പൈസയാണ് കൊടുത്തയച്ചത്. ആ സാധുക്കളാ 2 പെണ്ണുങ്ങൾ തൊഴിലുറപ്പിന് പോയപ്പോ എത്ര കിട്ടുക? അങ്ങനെ ഉണ്ടാക്കിയ പൈസ പോലും വാങ്ങിയിട്ട് ഞങ്ങൾ പിരിച്ചിട്ടില്ല. ഇത് പച്ച മലയാളത്തിലല്ലേ? ഇങ്ങനെയൊക്കെ ആലിമീങ്ങൾ പറയാവോ? ഇങ്ങനെ ആലിമീങ്ങൾ പറയാവോ? എന്ന് പറഞ്ഞ അമ്പിയാക്കന്മാരുടെ ഇറുതി ഏതിനാണുള്ളത്? ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ പറയരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മാത്രമല്ല ബാക്കി സഹോദരിമാരിതാ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലിക്ക് പോയിട്ട് കിട്ടിയ പൈസയാണ് കൊടുത്തയച്ചത്. വാങ്ങാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അവരിങ്ങനെ തന്നതുകൊണ്ട് വാങ്ങാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സ്ത്രീകളും കുട്ടികളും വയസ്സന്മാരും അധ്വാനിച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിതം കഴിക്കുന്നതിന്റെ ഇടയിൽ പോലും അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പ്രിയം കൊണ്ട് ഈ സംഭാവനകൾ കൊടുത്തയക്കുകയാണ്. ആൾക്കാരെ പണ്ട് കാര്യം ആ രൂപത്തിൽ പറഞ്ഞ് പരിചയപ്പെടുത്തിയതാണല്ലോ. ഏതായിരിക്കട്ടെ, ഇനിയൊരു സക്കാഫി വരുന്നുണ്ട്. നമ്മളെ മറ്റേ കുപ്പിച്ചിന്റെ സക്കാഫിയാണ്. പ്രസംഗിക്കണതിനൊക്കെ മുമ്പ് പറഞ്ഞു, ഞാനൊരു 13 ലക്ഷം ഉറുപ്പിക പിരിച്ചിട്ടുണ്ട്. ആരെങ്കൊന്ന് കാണും. എത്രയോ വയസ്സന്മാർ
13.5 ലക്ഷം റുപ്യായിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്നാലും ഞങ്ങൾ സഹോദരി ഒരു പൈസ ഞങ്ങൾ പിരിച്ചിട്ടില്ല. ഏതായാലും അയാൾ 13 ലക്ഷം തൊഴിലുറപ്പിന് പോണ പെണ്ണുങ്ങളെന്ന പൈസ അങ്ങനെ എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ പള്ളിക്ക് വേണ്ട ഒരു പണം പോലും പിരിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം. ഇങ്ങനെ പച്ചക്കള്ളം എന്തിനു പറയുന്നു? കാരണം ഇവര് കളവ് പറയുന്നുള്ളതിന് ഒരുപാട് തെളിവ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞമ്മക്കൊന്നേ പറയാനുള്ളൂ, പച്ചയായ വളരെ യാഥാർത്ഥ്യമായ വിഷയങ്ങൾ കളവ് പറയുന്നത്. നമ്മൾ എല്ലാ വേദിയിലും പറയാനുള്ള വിഷയം സാന്ദർഭികമായി പറയാം. ഇത് ഷോപ്പിംഗ് മാളിക്കാണ് കയറിയമാര് ഏതെടുക്കേണ്ടതെന്ന് അറിയില്ല. എന്നമാര് ഏതാ പറയേണ്ടതെന്ന് കൊടുത്തില്ല. എല്ലാ വിഷയം പറയേണ്ടതാണ്. എന്താ വിഷയങ്ങള്? ഇവിടെ സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം, ആ ആദർശ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഇവിടെ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് എന്ന ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 9,000 ചില്ലാന മദ്രസകളുണ്ട്. 10,000-ഓടടുത്ത് നിൽക്കുന്ന മദ്രസകളുണ്ട്. ഈ മദ്രസാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ രിങ്ങിനെ കൊച്ചാക്കാൻ വേണ്ടി, മോശമാക്കാൻ വേണ്ടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ നമുക്ക് വല്ലാതെ വേദനയുണ്ടായിട്ടുണ്ട്. എന്താ വിഷയങ്ങള്? അവർക്കൊരു വിദ്യാഭ്യാസ റിങ്ങുണ്ട് ഇവിടെ എന്നവർ പറയുന്നു. സുന്നി വിദ്യാഭ്യാസ ബോർഡ്, ആ വിദ്യാഭ്യാസ ബോർഡിന് 7 ഭാഷകളിൽ ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും മദ്രസകൾ വ്യാപിച്ചു കിടക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നതോടുകൂടെ നമ്മളാണ് കൊച്ചാഴ്ച. അതിൽ നമുക്ക് വലിയ സങ്കടമുണ്ട്. അങ്ങനെ വരുമ്പോ ഇതിനുള്ള സത്യം എന്താണെന്ന് നമ്മൾ പറയണമല്ലോ. അയാളെന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുഴുവൻ അഗ്നിപരീക്ഷണങ്ങൾക്കും വിധേയമാക്കപ്പെട്ടുകൊണ്ട് ദീനുൽ ഇസ്ലാം ഇവിടെ നൽകുന്നു, സുന്നത്ത് ജമാഅത്ത് നൽകുന്നു. ആ നിലക്ക് തന്നെ നിങ്ങളോടും പറയാനുള്ളത്, എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്നും കേൾക്കുമ്പോ നമ്മുടെ സംഘടന ഇന്ന് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി അല്ലാഹു അവിടുത്തെ വയസ്സിലും നീട്ടിക്കൊടുക്കട്ടെ, ആഫിയത്തോടെ സ്നേഹത്തോടെ നീട്ടിക്കൊടുക്കുമാറാകട്ടെ. ആ മഹാനവലുകളുടെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മുഴുവനും ആ സംഘടന വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിന്റെ കീഴിലുള്ള സുന്നി വിദ്യാഭ്യാസ ബോർഡ് അൽഹംദുലില്ലാഹ് 7 ഭാഷയിൽ നമ്മുടെ ബോർഡിന് പുസ്തകമുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? സുന്നി വിദ്യാഭ്യാസ ബോർഡിന് 7 ഭാഷയിൽ പുസ്തകങ്ങളുണ്ട്. ആയിക്കോട്ടെ, അവനാന്റെ വലിപ്പം അവനാൻ തന്നെയല്ല പറയേണ്ടത്. അവനാന്റെ വലിപ്പം അവനാനാ പറയേണ്ടത്. അത് പറഞ്ഞയാൾ നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് സങ്കടമില്ല. പിന്നെ പറഞ്ഞാൽ നമുക്ക് വലിയ വിഷമമുണ്ട്. മറ്റുള്ള ബോർഡുകാർക്കൊക്കെ ഒറ്റ ഭാഷയിൽ മാത്രമേ, അത് തന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മറ്റുള്ള ഭാഷകൾ എന്ന് പറഞ്ഞാൽ ലൊമീർ കൊടുക്കാൻ മടങ്ങണം നമുക്കറിയാം. ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിനെ കൊച്ചാക്കാൻ വേണ്ടി അതിനൊരു ഭാഷയിൽ അതിന് കേരളത്തിൽ മാത്രമേ പുസ്തകമുള്ളൂ എന്ന് പറയുമ്പോ ആ പ്രസംഗം കേട്ട ആളുകളും കേൾക്കുന്നതാണെന്ന് മനസ്സിലാക്കൂ. ഇത് ശരിയാണെന്ന് മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ട് അത് തെറ്റാണെന്നും ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിനും 7 ഭാഷയിൽ പുസ്തകമുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത അതിന്റെ എളിയ പ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മൾക്കുണ്ടായതുകൊണ്ട് നമ്മൾ അത് തെളിയിക്കാൻ വേണ്ടി നിർബന്ധിതരായതുകൊണ്ട് മാത്രം സാന്ദർഭികമായി സദസ്സിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതേ സമയത്ത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 7 ഭാഷയിൽ പുസ്തകമുണ്ട്. ഞങ്ങൾക്കും പറയാനുള്ളത് എന്താ നിങ്ങള്? ഇത് ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു ഭാഷയിലെ പുസ്തകമാണ്. നുണ പറയരുത്. SKIMBB ബോർഡ് സംസ്ഥാനം ചേളാരബിയോ തേഞ്ഞിപ്പല മലപ്പുറം ജില്ല. ഇത് ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു ഭാഷയിലെ പുസ്തകമാണ്. നമുക്ക് ഇല്ലാന്നെ മൂപ്പർ പറഞ്ഞത്. ഇന്ന് അദ്ദേഹം തന്നെ പറയട്ടെ, ഇത് ഏതാ ഭാഷ ഉസ്താദ് പറയട്ടെ. മലയാളം ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഇത് ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ 2ാമത്തെ ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ. അറബി മലയാളം. ഇത് നുണ വരുമ്പോ പറഞ്ഞോനെ കൊണ്ടാണ് പറയിച്ചത്. അത് ശരി. ഇത് ഇസ്ലാമിക വിദ്യാഭ്യാസം ആർക്കും പരിശോധിക്കട്ടോ. ഇത് ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ 3ാമത്തെ ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ്? ഇംഗ്ലീഷ്. നമ്മളോടെ കളിലേ. ഇത് ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ അടുത്ത ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ. തമിഴ്. ഇത് ഇസ്ലാമിക
ഇത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അടുത്ത ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ? കന്നഡ. നമുക്കുണ്ടല്ലേ. ഇത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 6ാമത്തെ ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ? ഉറുദു. ഇത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 7ാമത്തെ ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ? അറബി. അങ്ങനെ 7 ഭാഷയിൽ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളുണ്ട്. ഇല്ല എന്ന് നിങ്ങൾ പച്ചക്കളവ് പറഞ്ഞതാണ്. അങ്ങനെ കളവ് പറയാൻ പാടില്ല. ഇനി എനിക്ക് കുറച്ച് പറയാണ്ടത് ഉസ്താദ് പറയാം. ഇങ്ങനെ 7 ഭാഷയിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് കളിക്കാൻ വേണ്ടി കുറച്ചു നേരത്തിന്. അങ്ങനെ 7 ഭാഷയിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്ത് മുഴുവനും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് നിന്നല്ല, ഇന്ത്യ രാജ്യത്തിന് പുറത്തും അത് വ്യാപിച്ചിട്ടുണ്ട്. തിരക്കിനെ കണ്ടിട്ടുണ്ടാവില്ല. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരുന്നാൽ പോരാ, നടന്നുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. കാരണം ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണല്ലോ. ഇതെല്ലാം കണ്ണുകടിയുണ്ടായ കൗമ്, ഇതെല്ലാം കണ്ട് കണ്ണുകടിയുണ്ടായ കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള കൗമ് പച്ചക്കളവ് പറഞ്ഞ് സമുദായത്തിൽ ചിത്രതയും ഭിന്നിപ്പും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഒരുപാട് വിഷയങ്ങൾ നമ്മൾക്കിവിടെ പറയാനുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. നമ്മൾക്കിവിടെ കാര്യമായിട്ടുള്ളത് മുഖാമുഖമാണ്. ഇവിടെ ഈ മർക്കസിൽ കൊണ്ടുവന്നിട്ടുള്ള മുടി, അതാണ് നമ്മുടെ വിഷയം. ആ വിഷയ സംബന്ധമായി ആർക്ക് ചോദിക്കാനുണ്ടെങ്കിലും ഈ സദസ്സിലേക്ക് ഇവിടെ കടന്നു വരാം. സംഘാടകരോട് 2 പേര് 2 ചെയർ കൂടി ഇവിടെ സംഘാടകർ വേണ്ടോ? ഇവിടെ ചെയർ റെഡിയാണ്. ചോദ്യം ചോദിക്കാൻ ആളുകൾക്ക് ഇവർക്ക് കടന്നു വരാം. അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും ഇവിടുത്തെ പ്രവർത്തകന്മാരും നൽകും. ഈ സദസ്സിലുള്ള ആളുകൾക്ക് നിങ്ങൾക്കൊരു ഡ്യൂട്ടിയാണുള്ളത്. നിങ്ങൾ ക്ഷമയോടുകൂടെ ആ സദസ്സിലിരിക്കുക, പരിപൂർണമായ വിഷയങ്ങൾ കേൾക്കുക, സത്യമായി നിങ്ങൾ ഗ്രഹിക്കുക. അതാണ് ഈ സമയത്ത് പറയാനുള്ളത്. ആർക്കും കടന്നു വരാവുന്നതാണ്. ഇവിടെ ഈ വിഷയത്തിൽ മർക്കസിൽ കൊണ്ടുവന്ന മുടിയുടെ വിഷയത്തിൽ ചോദ്യം ചോദിക്കാവുന്നതാണ്. അതിനുള്ള അവസരം ഇവിടെയുണ്ട്. അവർ വന്നിരുന്നാൽ ആ സെക്കൻഡിൽ ഈ പ്രസംഗം ഇവിടെ അവസാനിക്കുന്നതാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നും കൂടി പറയുന്നു, അവർ വന്നിരുന്നാൽ ഈ പ്രസംഗം ഇവിടെ അവസാനിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ആ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉപദേശങ്ങൾ നൽകാനും മറുപടി പറയാനും വിഷയങ്ങൾ നിയന്ത്രിക്കാനൊക്കെ ബഹുമാന്യരായ ഉസ്താദുമാർ ഇവിടെ പിന്നിലുണ്ട്. അവർ മുന്നിൽ നിന്നുകൊണ്ട് ഈ പ്രസംഗിക്കുന്നത് തന്നെ അപകടമാണ്. എന്നാൽ നമ്മൾ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. മാത്രമല്ല ഇവർ പറഞ്ഞ മറ്റൊരു കളവ് പറയരുത് എന്നവർ പറഞ്ഞ മറ്റൊരു കളവ് പറയുന്നത് ഇവിടെ മംഗലാപുരം ഉപ്പിലങ്ങാടിൽ നടന്നു എന്നൊരു സംഭവം വരെ പറയാറുണ്ട്. നമ്മളതൊന്നും ഇങ്ങനെ വെറുതെ എന്തെങ്കിലും പറയാറില്ല. ഈ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ അത് പിൻവലിക്കണം. കളവാണെങ്കിൽ അത് പിൻവലിക്കണം. മംഗലാപുരം ഉപ്പിലങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്ത് ബഹുമാനപ്പെട്ട അവിടെ പ്രസിഡന്റാകുന്ന ഉള്ളാൾ തങ്ങൾ പങ്കെടുത്തൊരു വേദിയിൽ ഒരു മൂരി സ്വാഗതം പറയുന്നു. മൂരി എന്ന് പറഞ്ഞാൽ ഇവിടെ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി മൂരികൾ എന്നാണ് പറയാറുള്ളത്. ആ പ്രസംഗത്തിൽ 10ലധികം തവണ അദ്ദേഹം മൂരികൾ എന്ന് പറയുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു മൂരി സ്വാഗതം പറഞ്ഞു. ആ മൂരികളെ സ്വാഗതം പറയുന്നതിന്റെ ഇടയ്ക്ക് പിന്നെ കാന്തപുരത്തെ തോന്നുന്നു പരാമർശിച്ചു. ആ പരാമർശിക്കുന്ന സമയത്ത് ഉള്ളാൾ തങ്ങൾ നീച്ചിട്ട് ഇരിക്കട അവിടെ അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ നീക്കാൻ കഴിയില്ല. ഞാൻ നീക്കടാറുന്നു ആണ് നീച്ചു. അങ്ങനെ കറാമത്ത് ദേവസ്വം അബ്ദുസലാം മുസ്ലിയാർ പറയുന്നുണ്ട്. അയാളത് പറയട്ടെ എന്നൊന്ന് പറയാനുണ്ട്. മംഗലാപുരം ഭാഗത്ത് അവിടെ ഞാൻ ഇപ്പൊ അടുത്തൊന്ന് പോയി ഉപ്പിലങ്ങാടി ഭാഗത്തിന്. അവിടെ പോയപ്പോ താജുൽ ഉലമ സ്റ്റേജിലുണ്ട്. അപ്പോ സ്വാഗതം പറയുന്നത് ഒരു മൂരിയാണ്. മൂരിയെ നമ്മൾ പുറത്തു വരണ്ട, നമ്മൾ ഇവിടെ പറഞ്ഞു ഒരു മൂരി സ്വാഗതം പറയാം. അവിടൊക്കെ അങ്ങനെയാണ്. 35 മഹലിന്റെ കാലിയാണ് താജുൽ ഉലമ. അപ്പൊ സ്വാഗതം പറയുമ്പോ ഇടക്കിടക്ക് കുത്തുന്നുണ്ട് ശൈഖുനാന്. ഉസ്താദനങ്ങനെ കുത്തുണ്ട്, ഉസ്താദനങ്ങനെ ഇടക്കിടക്ക് കുത്തുന്നുണ്ട്. ചില ആളുകൾ അങ്ങ് അമേരിക്കയിലൊന്നും പോയി ഒന്നും ഉണ്ടായില്ല. പെട്ടെന്നങ്ങ് പോയി റഷ്യക്കങ്ങ് പോയി എന്നിട്ട് ഒരു പത്രത്തിലോ അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമായില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് താജുൽ ഉലമ അവിടെ ഇരിക്കുന്നത്. താജുൽ ഉലമ ഏൽപ്പിസ്ഥാനിരിക്കുമ്പോ അവര് തമാശക്കതും പറയും. ഈ താജുൽ ഉലമ ഇരിക്കുക ഏൽപ്പിസ്ഥാൻ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചെങ്ങാനും ഉസ്താദിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞൊക്കെ അപ്പ താജുൽ ഉലമയുടെ രക്തം അറിയാം. എവിടം തന്നെ ഞാനൊക്കെ പാതിരിയിൽ ഒരു മുസ്ലിയാരെ നിർത്തി ഞാനവിടെ നാലുകൊണ്ടേക്കും. ഞാൻ ഏതാണെന്ന് അറിയില്ല. അങ്ങനെ അത് ഉള്ളാത്തകളാപ്പ വിളിപ്പിച്ച വേണ്ട. അതിനവിടെ പോയി. അങ്ങനെ ഞാനിപ്പോ അടുത്തത് മുഴപ്പടത്തുന്ന ഒരു സ്ഥലത്ത് പോയി. ബാഗ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജാതിയതാ വിളിക്കുന്നത്. അത് അറിഞ്ഞില്ല. അങ്ങനെ ആക്കിക്കൊണ്ടുപോയത്.
അതിന് താജുലും അവിടെ വെച്ചിട്ട് ഇതൊന്നും ഇരിക്കണാണ്, താജുലുമല്ലേ ഇരിക്കണ. അപ്പൊ ഈ മൂരി എന്താ പറയുക, തങ്ങളെ നിങ്ങളല്ലല്ലോ ഞങ്ങളെ ഇരുത്തേണ്ടത്, ഞങ്ങൾ നിങ്ങളല്ലേ ഇരുത്തേണ്ടത്, നിങ്ങൾ ഞങ്ങളെ അതിഥിയാണല്ലേ, ഇന്നവിടെ നിൽക്കടാ. എപ്പോഴും നമ്മുടെ നേതൃത്വം, ഞാനിത് മഹിമക്ക് പറയില്ലട്ടോ, ഇന്നവിടെ നിൽക്കടാ. ആ നിർത്ത. പിന്നെ ഈ മൂരിക്ക് അനങ്ങാൻ കഴിയുമോ? ഏതായാലും സ്റ്റേജ് മുഴുവൻ ചാണം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ടാവും. കാരണം മൂരി നിൽക്കുക, മൂരി ഇരിക്കുക, മൂരി നിൽക്കുക, മൂരി നിൽക്കുക. ഇങ്ങനെ സമസ്തയുടെ നേതാക്കന്മാരെ കുറിച്ചാണ് ഈ മൂരി മൂരി എന്ന പ്രയോഗം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഈ വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ആലിമീങ്ങൾ ആദരിക്കാനും ബഹുമാനിക്കാനും, സയ്യിദന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും കൽപ്പിക്കുന്നവരും പറയുന്നവരും അങ്ങനെ വിശ്വസിക്കുന്നവരുമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ സത്യം സത്യം പോലെ മനസ്സിലാക്കി സത്യത്തിൽ അടിയുറച്ചു നിന്ന് ഹക്കിന് വേണ്ടി നിലകൊണ്ട് ഹക്ക് പറഞ്ഞ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോയി യഥാർത്ഥമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകനായി ജീവിച്ച് ആ നിലയ്ക്ക് ഈമാനോടെ മരിക്കാൻ പടച്ചറബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു സുഹൃത്തുക്കളുടെ ചോദ്യത്തിന് വേണ്ടി എത്തിയതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം തൽക്കാലം അവസാനിപ്പിക്കുന്നു. ദുആ വസിയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുണ്ട്, അവർ നിയന്ത്രിക്കുന്നതാണ്.